ഹലോ ഓൾ, വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ്സസ് ഓഫ് ബ്രില്യൻസ് അക്കാഡമി. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് 302ൻ്റെ മാരത്തൺ ക്ലാസ് ആണ് നോക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ ഇംഗ്ലീഷിൽ കുറച്ച് പോർഷൻസ് TMAയിലേക്കും ബാക്കിയുള്ളതേ പബ്ലിക് എക്സാമിനേഷനിലും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ്റെ പോർഷൻസ് ആണ് നോക്കുന്നത്. പക്ഷേ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് TMAൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ആൻഡ് അത് നമുക്ക് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നോക്കുക നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ പബ്ലിക് എക്സാമിൻ്റെ പോർഷൻസേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ നമുക്ക് TMAയിലേക്ക് പോയിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള ഒരു പോം വെച്ചിട്ടാണ്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദാറ്റ് പോയം. ഓക്കെ, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ളത് കമലാദാസിൻ്റെ പോമാണ്. ആൻഡ് അതൊരു നൊസ്റ്റാൾജിക് പോമാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, മാധവിക്കുട്ടി, അതായത് കമല സുരയ്യ, അവരുടെ പെന്നേമാണ് മാധവിക്കുട്ടി എന്നുള്ളത്. അവരെന്ത് ചെയ്യാണ്, അവരുടെ മരിച്ചു പോയിട്ടുള്ള ഗ്രാൻഡ് മദറിൻ്റെ ഓർമ്മകളൊക്കെ റെമിൻസ് ചെയ്യാൻ, റീകോൾ ചെയ്യാണ്. അതുകൊണ്ടാണ് ഇതിന് നൊസ്റ്റാൾജിക് എന്ന് പറയുന്നത്. അപ്പോൾ അവർ പോത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ദാറ്റ് ഷീ ഈസ് ലോങ്ങിങ് ടു ഗോ ബാക്ക് ടു ഹാവ് ദാറ്റ് പ്രഷ്യസ് ചൈൽഡ്ഹുഡ് ദാറ്റ് ഷീ ഹാഡ് വിത്ത് ഹർ ഗ്രാൻഡ് മദറിനോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ചൈൽഡ്ഹുഡ് അവളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഫിഗർ ഓഫ് സ്പീച്ചസ് ഒക്കെ വരുന്നുണ്ട്, നമ്മുടെ സിമിലി അതിൽ വരുന്നുണ്ട്, 2 സിമിലിൻ്റെ എക്സാമ്പിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളും ഈ ഒരു പോയത്തിൽ വരുന്നുണ്ട്. മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് മൂൺ എന്നുള്ളൊരു ലൈൻ വരുന്നുണ്ട് അതിൽ. അതായത് ഗ്രാൻഡ് മദറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഗ്രാൻഡ് മദറിൻ്റെ മരണത്തോട് കൂടിയിട്ട് വീട് സൈലൻസിലേക്ക് പോയിന്നും ബുക്കുകൾക്കിടയിലൂടെ പാമ്പഴയുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ലൈന് പറയുന്നതാണ് എന്ത്, മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് മൂൺ എന്നുള്ളത്. അതൊരു സിമിലിയാണ്. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് പോയിട്ട് പറയുന്നുണ്ട്, അതായത് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഒരു വീടുണ്ടെന്നും ആ വീട്ടിൽ തനിക്കൊരിക്കൽ സ്നേഹം ലഭിച്ചിരുന്നെന്നും പക്ഷേ ആ സ്ത്രീ മരിച്ചു പോയെന്നും പറയാണ്. പിന്നെയാണ് മരിച്ചു പോയതിനു ശേഷം വീട് നിശബ്ദതയിലേക്ക് പോയെന്നും ബുക്കുകൾ വായിക്കാൻ പറ്റുന്നില്ല, കാരണം അന്ന് കുഞ്ഞായിരുന്നു, പക്ഷേ ഇന്ന് മുതിർന്ന് വായിക്കാൻ നോക്കുന്ന സമയത്തേക്കും ബുക്കിനിടയിലൂടെ പാമ്പുകൾ എഴയാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നതാണ് ബ്ലഡ് കോൾഡായിന്ന്. അത് പറയാനുള്ള കാരണം നമ്മളൊക്കെ വാം ബ്ലഡഡ് ആണ്. അവർ ഗ്രാൻഡ് മദറിൻ്റെ ഡെത്തോട് കൂടിയിട്ട് അവരുടെ ആ വാംത്തൊക്കെ നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് കോൾഡ് എന്ന് പറയുന്നത്. അപ്പം നോക്കുക, സിമിലി അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് പിന്നീട് അവർ പറയുകയാണ് ലൈക്ക് ഷീ സ്റ്റിൽ വോണ്ട് ടു ഗോ ബാക്ക് ടു ദാറ്റ് പെർട്ടിക്കുലർ ആൻസസ്ട്രൽ ഹോം, അതായത് ആ നാലപ്പാട്ട് തറവാട്ടിലേക്ക് അവർക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പോയിട്ട് അവിടുന്ന് ഒരു പിടി ഇരുട്ടിൻ്റെ പറയുമ്പോൾ ഓർക്കണം, ആ ഡാർക്ക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗ്രാൻഡ് മദറിൻ്റെ മെമ്മറീസ് ആണ്, അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുന്നുണ്ട്, അതാണ് പേഴ്സോണിഫിക്കേഷൻ വരുന്നത്. അതിലൂടെ ഒന്ന് എത്തി നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഫ്രോസൺ എയർ, അതായത് വീട്ടിൽ ആരും ഇല്ല, അപ്പോൾ ആ ഒരു എയറൊക്കെ ഒന്ന് ഫീൽ ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെന്താണ്, അതിനുശേഷം അവർ മുന്നോട്ട് വരുന്ന സമയത്ത് അവിടുന്ന് ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഈ ഇരുട്ട് എന്താണ് ഒരു ഡാർക്ക്നെസ്സിനെ എടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഡാർക്ക്നെസ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ബെഡ്റൂം ഡോറിന് അരികിലായിട്ട് വെക്കണം എന്ന് പറയുന്നുണ്ട്. ആ ബെഡ്റൂം ഡോർ ബിഹൈൻഡ് ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ് എന്ന് പറയുന്നതാണ് അടുത്ത സിമിലിൻ്റെ എക്സാമ്പിൾ വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡാർലിങ്ങിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഇസ് ഹസ്ബൻഡ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് അവർ പറയണത്, ഈ ഞാൻ ഒരിക്കൽ 3 സ്നേഹം ലഭിച്ചിരുന്നു, ഞാനിപ്പോൾ എന്താണ് അറിയാത്ത സ്ട്രേഞ്ചേഴ്സിൻ്റെ വാതിൽക്കൽ ബെഗിയാണ്, അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി, ലവിന് വേണ്ടിയിട്ട് ബെഗിയാണ്, എങ്ങനെ സ്മോൾ ചേഞ്ച്, സ്മോൾ ക്വാണ്ടിറ്റി, ചെറിയ അളവിലെങ്കിലും സ്നേഹം കിട്ടാൻ വേണ്ടി യാചിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഈ ലൈൻസ് ഒക്കെ ഒന്ന് നോക്കി പോവുക. ലൈൻസിൽ ഈ ഫിഗർ ഓഫ് സ്പീച്ച് വരുന്ന പോർഷൻസ്, പിന്നെ ഈ മെമ്മറീസ് എന്ത് കാണിക്കുക, ഈ ഡാർക്ക്നെസ് മെമ്മറീസ് കാണിക്കുന്ന, പിന്നെ അഡ്രസ്സ് ചെയ്യുന്നത് ആരെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമുക്ക് വരുന്നതാണ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളത്. റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതുവരെയുള്ളതിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു ഇതിൽ ഈ ഒരു April 24 എഴുതാൻ പോകുന്നവർക്ക് അത് നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് സ്ട്രെസ്സും എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങുന്നത് കുട്ടികൾ എത്രത്തോളം സ്ട്രെസ്ഡ് ആവുന്നുണ്ട് എക്സാമിനേഷൻ വരുന്ന സമയത്ത്. ആൻഡ് ജസ്റ്റ് നോട്ട് ഓൺലി എഫക്ട് ദം, അവരെ മാത്രമല്ല അത് എഫക്ട് ചെയ്യുന്നത്, അവരുടെ ടീച്ചേഴ്സിനെ പാരൻസിനൊക്കെ ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രെസ്സിനോട് കോപ്പ് ചെയ്യാനുള്ള രീതികളുമാണ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറയുന്നത്. ലൈക്ക് ദേ ഹാവ് ടു ഡെവലപ്പ് ഹോബീസ് ഓർ ടു ഡു സർട്ടൺ എക്സസൈസസ് ആൻഡ് ഓൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ദേ ഹാവ് ടു മേക്ക് എ ടു ഡു ലിസ്റ്റ്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മുടെ ടൈമിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നും സ്ട്രെസ്സിനെ കുറച്ച് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളതാണ് അടുത്തതായിട്ടുള്ള, അതായത് 7th one ആയിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് പറയുന്നത്. അതിലാണ് എക്സാമിനേഷൻ ഫീവറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്, സ്ട്രെസ്സ് വരുന്നത്. അത് കോപ്പ് ചെയ്യാനുള്ള മെത്തേഡുമാണ് ഇതിൽ വരുന്നത്, റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത്. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് 1 word ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ആൻഡ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ആ ഹോബീസിൻ്റെ കാര്യങ്ങൾ, പിന്നെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത്, എക്സസൈസിൻ്റെ കാര്യങ്ങൾ, പിന്നെ എന്താണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കണം. നമ്മൾ സ്ട്രെസ്ഡ് ആണ്, പ്രഷേർഡ് ആണെങ്കിൽ ട്രൈ ടു സ്പീക്ക് വിത്ത് സമൺ എൽസ്. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് രീതികളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുകയാണ് വേണ്ടത് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ.
പിന്നെ അതിനുശേഷമാണ് നമ്മുടെ അടുത്ത സ്റ്റോറി ആയിട്ടുള്ള കേസ് ഓഫ് സസ്പീഷൻ വരുന്നത്. കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര രസമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്, വിച്ച് ഡീൽസ് വിത്ത് ഡോക്ടർ ബെൻസൺ ആൻഡ് ഇവാൻസ്. ഓക്കെ, ഈ ഒരു ഇതിൽ വി ക്യാൻ സീ ദ മെയിൻ ക്യാരക്ടർ ദാറ്റ് ഇസ് ഡോക്ടർ ബെൻസൺ ഹു ഇസ് പ്രെജുഡൈസ്ഡ് അഗെയിൻസ്റ്റ് ഇവാൻസിനായിട്ട് കുറച്ച് പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് ഡോക്ടർ ബെൻസനെ കാണിച്ചിരിക്കുന്നത്. സോ ഇൻ ദ ബിഗിനിങ് വി ക്യാൻ സീ ദാറ്റ് ഡോക്ടർ ബെൻസൺ ഹി റിസീവ്സ് എ കോൾ ആൻഡ് ഹി ഗെറ്റ്സ് റെഡി. ആഫ്റ്റർ ഗെറ്റിംഗ് ദാറ്റ് കോൾ വന്നതിന് ശേഷം അദ്ദേഹം മാറ്റി റെഡി ആയിട്ട് പുറത്തേക്ക് പോവാണ്. ആൻഡ് ആ ഒരു സെക്ഷനിൽ തന്നെ വി ക്യാൻ സീ വിൻ്ററാണ് സീസൺ എന്നും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ചില്ലിങ് വെതറാണെന്നും പിന്നെ അദ്ദേഹം പോകുന്നത് 2 o'clock അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാം. ആൻഡ് ഹീസ് ലീസ്റ്റ് ഇൻ ഫേവർ ലൈക്ക് തീരെ ഇഷ്ടമില്ലാതെയാണ് പോകുന്നത്. കാരണം ആ ഒരു വെതറിലൊക്കെ ഹീസ് വണ്ടറിങ് വൈ ചിൽഡ്രൻസ് ആർ ബോൺ അറ്റ് ദറ്റ് പെർട്ടിക്കുലർ ടൈം. എന്തിനാണ് കുട്ടികൾ ഈ ഒരു സമയത്തൊക്കെ ജനിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കാരണം ഈ കോൾ വന്നിരിക്കുന്നത് മിസ്സസ് ഓട്ട്സോർലിൻ്റെ ഡെലിവറി റിലേറ്റഡ് ആയിട്ടാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് വെൻ ഹി വാസ് ഓൺ ഹിസ് വേ ടു ദിസ് സോർലി ഫാം, മിസ്റ്റർ ഓട്ട്സോർലിൻ്റെ ഫാമായിട്ടുള്ള സോർലി ഫാമിലേക്ക് പോകുന്ന വഴിക്ക് ഹി സീസ് എ മാൻ. കാറിൽ പോകുന്ന സമയത്ത് ആളെ കാണുകയും ഇറ്റ് ഈസ് ഹി ഹിംസെൽഫ് ഡോക്ടർ ബെൻസൺ എന്ത് ചെയ്യാണ്, റൈഡ് ഓഫർ ചെയ്യുകയും ചെയ്യാണ്. റൈഡ് ഓഫർ ചെയ്തിട്ട് ദേ ഹാവ് എ സ്മോൾ ടോക്ക് തിങ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെ കുറച്ച് സംസാരിക്കുകയാണ്. ആൻഡ് സംസാരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് റിവീൽ ദാറ്റ് ദ പേഴ്സൺസ് നെയിം ഇസ് ഇവാൻസ്. ആ കയറിയ ആളുടെ പേര് ഇവാൻസ് ആണെന്നൊക്കെ മനസ്സിലാവാണ്. അങ്ങനെ അതിൽ കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ ബെൻസനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ലൈക്ക് വെൻ ഹി ആസ് ഫോർ എ സിഗരറ്റ് ആൻഡ് ഒന്ന് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള ആവശ്യത്തിലേക്ക് ഇവാൻസ് ഒന്നും കൂടി എടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ഡോക്ടർ ബെൻസൺ ഹി പുട്സ് ദ സിഗരറ്റ് പാക്ക് ബാക്ക് ഇൻ ടു ഹിസ് പോക്കറ്റ്. ഇയാളുടെ പോക്കറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ആൻഡ് ഹീസ് കൈൻഡ് ഓഫ് ഇഡ് ബൈ ദിസ് ബിഹേവിയർ ഓഫ് ദിസ് ഇവാൻസ്. ഓക്കെ, പിന്നെ അതിനുശേഷം അവർ പോകുന്ന സമയത്ത് വെൻ ദിസ് മാൻ ദാറ്റ് ഇസ് ഇവാൻ ഒന്ന് ലീൻ ചെയ്യാണ് ആസ് ഇൻ ടു എന്താണ് ബാഗ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പാക്കേജ് ഉണ്ടായിരുന്നു, അത് താഴെ വെക്കാൻ വേണ്ടി ലീൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ബെൻസൺ നോട്ട് ചെയ്യാണ് ഇദ്ദേഹത്തിൻ്റെ കവിളിലൊരു മുറിവടയാളം നോട്ട് ചെയ്യാണ്. ആൻഡ് ഇറ്റ് സം ഹൗ ലൈക്ക് ഒരു അതിൻ്റെ കളറൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കുകയാണ് റീസെൻ്റ് ആയിട്ടുള്ള ഈ അടുത്തുണ്ടായിട്ടുള്ള ഒരു മുറിവാണെന്നൊക്കെ മനസ്സിലാവാണ്. ആൻഡ് ആ സെക്ഷൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് റിവീൽ ബോത്ത് ഓഫ് ദം റിവീൽസ് ദി പ്രൊഫഷൻ ഉണ്ടോ. ലൈക്ക് ആസ് ഇൻ ഇയാൾ പറയുന്നുണ്ട് ഇയാൾ ഡിട്രോട്ടിലോട്ട് ജോലി അന്വേഷിച്ച് പോവാണെന്നും അതിനു മുമ്പ് ട്രക്ക് ഡ്രൈവർ ആയിരുന്നെന്നും അതിനു മുമ്പ് ആർമിയിൽ ഉണ്ടായിരുന്നു എന്നും ആംബുലൻസ് സെക്ഷനിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ബെൻസനും പറയുന്നുണ്ട് താൻ ഡോക്ടറാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ശേഷം വരുന്ന ആസ് ഇൻ ലൈക്ക് ദ തേർഡ് സെക്ഷൻ അതിലാണ് എന്ത് മനസ്സിലാവുന്നത് ദാറ്റ് ഡോക്ടർ ബെൻസൺ പതിയെ റിയലൈസ് ചെയ്യാണ്. സെക്കൻഡ് സെക്ഷനിൽ എൻഡിങ്ങിൽ തന്നെ വെൻ ഹി പുട്സ് ഹിസ് ഹാൻഡ് ഇൻ ടു ദ പോക്കറ്റ് ഹി റിയലൈസസ് ദാറ്റ് ദ വാച്ച് ഇസ് മിസ്സിങ്. ആൻഡ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് തേർഡ് സെക്ഷൻ വരുന്നത്. അതായത് ഡോക്ടർ ബെൻസൺ റിയലൈസസ് ദാറ്റ് ദ വാച്ച് ഇസ് മിസ്സിങ് ആൻഡ് ഹി ഒബ്വിയസ്ലി സസ്പെക്ട്സ് ദ മാൻ ഹൂ ഇസ് സിറ്റിംഗ് ബിസൈഡ് ഹിം. ആൻഡ് ഇയാളുടെ അടുത്തിരിക്കുന്ന ആളെ ഡൗട്ട് ചെയ്യാണ്. അങ്ങനെ ഹീ ഈസ് നോട്ട് ഈവൻ ബോദറിങ് ടു ആസ്ക്. ഓക്കെ, അപ്പം പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ഇത് അയാൾ എടുക്കുകയാണ്, വിസിലെടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് നേരെ ചൂണ്ടിയിട്ട് ത്രെറ്റനിങ്ങും ഭീഷണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ആൻഡ് ഈ വാൻസ് വിത്ത് ട്രംബ്ലിങ് ഹാൻഡ് വിറയ്ക്കുന്ന കൈയോട് കൂടിയിട്ട് ഹീ ടേക്സ് എ വാച്ച് ഫ്രം ഹിസ് പോക്കറ്റ് ആൻഡ് ഗിവ്സ് ഇറ്റ് ടു ദിസ് ഡോക്ടർ ബെൻസൺ. ഇയാൾക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഡോക്ടർ ബെൻസൺ ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇയാളെ കാറിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയിട്ട് വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് വെൻ ഹി റീച്ചസ് ടു ദ സോർലി ഫാം, നമ്മുടെ മിസ്സസ് ഓട്ട്സോർലിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ലൈക്ക് ഷീ ഹാസ് ലൈക്ക് ഡസൺ ഓഫ് കിഡ്സ് ആൻഡ് ഓൾ, കുറേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വന്നില്ല. ഇയാൾ കൊണ്ടുവന്നിരിക്കുന്ന ബേബി ബാഗും അതായത് ഈ ഒബ്സ്ട്രിക്കൽ കേസും പിൽസും അതിനൊന്നും വലിയ ആവശ്യം വന്നില്ല ബിക്കോസ് ഷീ ഹാഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബേബി ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്താണ് അയാളൊന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഹി റിവീൽസ് ദ ഹോൾ തിങ് ടു ദിസ് മിസ്റ്റർ ഓട്ട്സോർലി. ഓക്കെ, അങ്ങനെ ഓട്ട്സോർലി ഭയങ്കര ഇംപ്രസ്ഡ് ആവാണ് ഈ യങ് ഡോക്ടർ ദാറ്റ് ഇസ് ഡോക്ടർ ബെൻസൻ്റെ ഫാദറും ഡോക്ടർ ബെൻസനൊക്കെ ആയിരുന്നു. അത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ഡോക്ടർ ബെൻസൺ ഇസ് കൈൻഡ് ഓഫ് യങ് കൺട്രി സൈഡ് ഡോക്ടർ ആൻഡ് ഓൾ. സോ മിസ്റ്റർ ഓട്ട്സോർലി വാസ് വെരി impressed by the whole thing. അങ്ങനെ ഇയാളോട് പറയുന്ന സമയത്ത് ഡോക്ടർ ബെൻസനോട് ഓട്ട്സോർലി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കുട്ടി എപ്പോഴായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിക്കുകയാണ്. ആൻഡ് വെൻ ഹീ ടേക്സ് ദിസ് വാച്ച് ഫ്രം ദ പോക്കറ്റ്, അപ്പോൾ ഇയാൾ എന്തോ സ്ട്രേഞ്ച് ആയിട്ടുള്ള എന്തോ സാധനം കണ്ട പോലെ നോക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ് ഒന്നും കൂടി വെളിച്ചത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കുന്ന സമയത്ത് അപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, അത് ആക്ച്വലി ദ വാച്ച് ഇസ് നോട്ട് ലൈക്ക് ഡോക്ടർ ബെൻസൺസ്. അത് ആരുടെയാണ്? ഇവാൻസിൻ്റെയാണ്. ആ വാച്ച് ഇവാൻസിൻ്റെയാണ്. ഇദ്ദേഹം വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് എന്തെന്ന് പറയുന്നത്, തൻ്റെ വാച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് ഇവാൻസ് ആയിരിക്കും എടുത്തിരുന്നത്. ഹീ നെവർ ഈവൻ തിങ്സ് ലൈക്ക് താൻ ചിലപ്പോൾ വീട്ടിൽ വെച്ച് പോയിട്ടുണ്ടാവും, അങ്ങനെ ഒന്നും ആരും പോലും ചിന്തിക്കുന്നില്ല, നമ്മളെ ഡോക്ടർ ബെൻസൺ ചിന്തിക്കുന്നില്ല. സോ ഈ കേസ് ഓഫ് സസ്പീഷൻ എൻ്റെ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് റിവീൽ ദാറ്റ് ഡോക്ടർ ബെൻസൺ വാസ് prejudiced against Evans and the watch actually belonged to Evans and it was like he got it from his fellows like fellow workers. കാരണം അദ്ദേഹത്തിൻ്റെ ആ വാച്ചിൻ്റെ ബാക്കിൽ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, അതിൽ നഴ്സസ് നെസ്ബിറ്റ് വിംഗേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട്. അവരുടെ ലൈഫ് രക്ഷിച്ചതിന് അവരൊരു ഇവാൻസിൻ്റെ ബ്രേവറിക്കായിട്ട് നൽകിയിരിക്കുന്ന ഒരു പാരിതോഷികമായിരുന്നു ആ വാച്ച് എന്ന്
പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്റ്റോറി എൻ്റെ ചെയ്യുന്നത്. അതാണ് കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്ന സമയത്ത് ഉള്ളത്. സോ ജസ്റ്റ് റീഡിങ് ദ സ്റ്റോറി ഈസ് ഇനഫ് ഫോർ യു. ലൈക്ക് അതിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ താഴെ തന്നെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തതിൽ നിന്ന് യു ക്യാൻ ഈസിലി ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ചാപ്റ്റർ. ഓക്കെ, കേസ് ഓഫ് സസ്പീഷൻ എന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്തതാണ് മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്നുള്ളത്. ഈ ഒരു ചാപ്റ്ററൊക്കെ കണ്ടിന്യൂസ് ആണ്, ലൈക്ക് ആസ് ഇൻ 6, 7, 8, 9 എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. ഇനി 10th ആണ്, അടുത്തതാണ് നമ്മൾ എന്ത് പറയുന്നത് 9th ആണ് മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി വിച്ച് ഡീൽസ് വിത്ത് വേദ് മേത്ത. ഓക്കെ, ഹീസ് ആൻ ഇന്ത്യൻ ജേർണലിസ്റ്റ്, ഹീസ് എ ബ്ലൈൻഡ് പേഴ്സൺ. ഓക്കെ, ആൻഡ് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഹീ സേസ് ദാറ്റ് ഹീ ലോസ്റ്റ് ഹിസ് ഐസെറ്റ്. തൻ്റെ 3.5 വയസ്സിൽ തനിക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് സംസാരിച്ചാണ് വരുന്നത്. ആൻഡ് വേദ് മേത്ത he had a disease. ഓക്കെ, അദ്ദേഹത്തിന് ബ്രെയിൻ ഫീവർ വരികയും മെനിഞ്ചറ്റൈസ് വരികയും ബ്രെയിൻ ഫീവർ വരികയും ആൻഡ് എന്ത് സംഭവിക്കുകയാണ്, അത് കാരണം ബ്രെയിൻ ഫീവറാണത്, അത് കാരണം അയാൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുക, ഓർമ്മ പോവുകയും ചെയ്യുകയാണ്. സോ വേദ് ആക്ച്വലി തിങ്സ് ദാറ്റ് ഇറ്റ് വാസ് ലൈക്ക് ബ്ലെസ്സിങ് ഇൻ ഡിസ്കസ്. നമുക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ പറയാം. കാരണം ആ ചെറിയ പ്രായത്തിൽ തന്നെ കാഴ്ചയും ഓർമ്മയും പോയതുകൊണ്ട്, ഇപ്പോൾ കാഴ്ച മാത്രമായി പോയി ഓർമ്മ ഉണ്ടെങ്കിൽ ഹീൽ ഒബ്വിയസ്ലി മിസ് ദ തിങ്സ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു കേസിൽ അദ്ദേഹം പറയുന്ന ഒരു കണക്കിന് നന്നായതാണ് പറയുന്നത്. പക്ഷേ എന്തൊക്കെയായാലും ടു ഹിം ആൻഡ് ഓൾസോ ഫോർ ഹിസ് ഹോൾ ഫാമിലി ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അതിൽ എന്താ പറയുന്നത് വെച്ചാൽ ദി മൂവ്ഡ് പ്ലേസസ്. ഓക്കെ, ഇദ്ദേഹത്തിന് കാഴ്ചശക്തി പോയതിനു ശേഷം അവരെന്ത് ചെയ്യാണ്, സ്ഥലം മാറുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഹിസ് ഫാദർ വാസ് എ ഡോക്ടർ ആൻഡ് ഹി ഡിഡ്ന്റ് ലൈക്ക് ദ ഫ്ലോ ഓഫ് ദ റിലേറ്റീവ്സ് ആൻഡ് ദ അക്വൈൻറ്റൻസസ് ഹു കെയിം ടു വിസിറ്റ് വേദ്. ചെറിയ വേദിനെ കുറേ ആളുകൾ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ അവർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തെത്തുന്ന ലാഹോറിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അവസാനമാണ് കർണാലിലേക്ക് എത്തുന്നത്. അങ്ങനെ കർണാലിലേക്ക് എത്തിയതിന് ശേഷം അവരൊരു റിവർ സൈഡിൽ ഒരു ബാങ്കിലാണ് എന്ത് ചെയ്യുന്നത്, കനാൽ ബാങ്കിൽ, നോട്ട് റിവർ സൈഡ്, കനാൽ ബാങ്കിലാണ് അവർ സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, താമസിച്ച് തുടങ്ങുന്നത്. ഒരു ചെറിയ കോട്ടേജിലൊക്കെ താമസിക്കുകയാണ്. ആൻഡ് ദ തിങ് വാസ് ദ സെർവൻസ് ഹൂ വാസ് ദർ അറ്റ് ദ ഹോം, അവർ വേദിനെ ട്രീറ്റ് ചെയ്ത് സംതിങ് ഒരു ഒരു ദുശഗ്നം പോലെ ഈവിളായി പേഴ്സോണിഫൈഡ് ആയിട്ട് നോക്കിയിരുന്നത്. സിസ്റ്റേഴ്സൊക്കെ ഭയങ്കര ഡെലിക്കേറ്റ് ഡോളിനെ പോലെ കൊണ്ടുനടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ അമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഡോക്ടർ ആയതിനാൽ തന്നെ അച്ഛൻ അറിയാം, ലൈക്ക് അവന് പ്രോംപ്റ്റ് ക്വിക്കായിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കിട്ടിയതിനാൽ കുട്ടീൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അറിയാം. അത് എന്നാലും അച്ഛന് ചെറിയൊരു പ്രതീക്ഷയുണ്ട്, കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ബട്ട് ഹി സ്റ്റിൽ നോസ്, ഈ ഒരു മെഡിക്കൽ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഹി നോ ലൈക്ക് ജീവൻ കിട്ടിയത് തന്നെയാണ് ഭാഗ്യം എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു അറിവുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അത് അത്രത്തോളം എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടോ ആ പീരീഡിലായതുകൊണ്ടോ ഷീ ഈസ് ലൈക്ക് വെരി വറീഡ് അബൌട്ട് ഹർ സൺ. ഷീ ഈസ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര് ചെയ്യുന്നത്, അമ്മ ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, അച്ഛൻ മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് മകന് വേണ്ടി ഡിസിഷൻ എടുക്കുകയാണെങ്കിലും അത് എന്ത് മനസ്സിൽ വെച്ചിട്ടായിരിക്കണം, തൻ്റെ മോൻ ബ്ലൈൻഡ് ആണെന്നുള്ള ഒരു തിരിച്ചറിവോടെ ആയിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അമ്മയ്ക്ക് ഈ ഒരു സംഭവം ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഷീ ഫോളോസ് മെനി തിങ്സ്, ലൈക്ക് ഷീ ട്രൈസ് ടു ഡു മെനി തിങ്സ് സോ ദാറ്റ് ഹർ സൺ ക്യാൻ ഹാവ് ഹിസ് ഐസൈറ്റ് ബാക്ക്. ഓക്കെ, ആ ഐസൈറ്റ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീ ഗോസ് ടു ഫാമിലി പണ്ഡിറ്റ്സ്. എന്നിട്ട് പറയുന്നുണ്ട്, അവരുടെ റീജിയനിൽ സയൻസിനെ കുറിച്ചിട്ടും റിലീജിയനെ കുറിച്ചിട്ടും അത്യാവശ്യം അറിയുന്ന, ആ റീജിയനിൽ അത്യാവശ്യം അറിയുന്ന ആൾ അവരുടെ ഫാമിലി പണ്ഡിറ്റെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ആൻഡ് ദേ ആസ്ക് ഹർ ടു ഡു സർട്ടൻ തിങ്സ്. കാരണം ബിക്കോസ് ഫോർ ദെം അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ടു ദെം അവർ പറയുന്നത് ദ സൺ ലോസ്റ്റ് ഹിസ് ഐസൈറ്റ് ബിക്കോസ് ഓഫ് ഹർ സർട്ടൻ തിങ്സ് ദാറ്റ് ഷീ ഹാസ് ഡൺ ഓർ കമ്മിറ്റഡ് ഇൻ ഹർ പാസ്റ്റ്. അവർ മുമ്പേ ചെയ്തെന്തോ പാപത്തിന് ഫലമായിട്ടാണ് തൻ്റെ മകന് കാഴ്ച പോയത്, ഈ ഒരു ട്രാജഡി സംഭവിച്ചിരിക്കുന്നതെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നതും. ഫാമിലി പണ്ഡിറ്റ്സ് ഓൾസോ ലൈക്ക് മെയ്ഡ് ഹർ ബിലീവ്. സോ അങ്ങനെ എന്ത് ചെയ്യാണ്, അവർ പറഞ്ഞ കാര്യം ഇൻറ്റൻസീവ് പ്രയേഴ്സും കുറേ സ്ട്രെനിയസ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സസൈസസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മനോട് ആവശ്യപ്പെടുകയാണ്. ആൻഡ് ഫോർ ദ ഫീ ദാറ്റ് ഷി പെയ്ഡ് ഫോർ ദം ദേ സപ്പോസ് ടു ഡു ദ റിലീജിയസ് തിങ്സ് ആൻഡ് ഓൾ. അങ്ങനെയാണ് അവർ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അമ്മ പണ്ഡിറ്റ്സിൻ്റെ അടുത്ത് മാത്രം നിന്നില്ല. അങ്ങനെ പണ്ഡിറ്റ്സിൻ്റെ അടുത്ത് മാത്രം നിൽക്കാതെ ഷി ഓൾസോ വിസിറ്റഡ് ഹക്കീംസ് ഹു പ്രാക്ടീസ് ദ യുനാനി സിസ്റ്റം, ദ ഗ്രീക്ക് യുനാനി സിസ്റ്റം ഇതാക്കിയിട്ടുള്ള കോക്സ് ആയിരുന്നു ആരെന്ന് പറയുന്നത്, കോക്സ് ആണ് വ്യാജന്മാർ, അവരായിരുന്നു ആരെന്ന് പറയുന്ന ഹക്കീമുകൾ. ആൻഡ് അവർ കോൺകോർഡ് ഡ്രോപ്സ് ലൈക്ക് സുർമാസ് ഒക്കെയാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ വേദിന്. ആൻഡ് വെനെവർ ഇറ്റ് ഇസ് അപ്ലൈഡ്, കണ്ണിൽ എപ്പോൾ അത് എഴുതിയാലും അത് എരിയും. അപ്പം അങ്ങനെ അമ്മയാണെങ്കിൽ ഇത് 24/7 ആരുടെ കണ്ണിൽ എഴുതാണ്, വേദിന് കണ്ണിൽ എഴുതാണ്. പിന്നെ എത്ര പ്രൊട്ടസ്റ്റ് ചെയ്താലും അമ്മ എഴുതും. പക്ഷെ അതിലുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് ഷീ യൂസ് ടു പാമ്പർ ഹിം, ലൈക്ക് ഇത് എഴുതി കഴിഞ്ഞാലും കറിയുന്ന സമയത്ത് അമ്മ സമാധാനിപ്പിക്കും. അതാണ് ആ ഹോൾ ഓഡിയോയിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നൊരു കാര്യം എന്നാണ് പറയുന്നത്. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ്ലി വൺ ഡേ ഫാദർ കംസ് ബാക്ക് ഹോം. ഓക്കെ, അതെന്താ പറയാൻ കാരണം വെച്ചാൽ അമ്മ ഇതെല്ലാം ചെയ്തത് അച്ഛൻ അറിയാതാണ്, പണ്ഡിറ്റിൻ്റെ അടുത്ത് പോകുന്നത് ഹക്കീമുകളുടെ അടുത്ത് പോകുന്നതൊക്കെ അച്ഛൻ അറിയാതെയാണ്. ആൻഡ് വെൻ ഹി കെയിംസ് ബാക്ക് ആൻഡ് ഹി സീസ് ദ ചൈൽഡ് ക്രൈങ് ഉണ്ടോ, അപ്പോൾ അച്ഛൻ പോയി ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാണ്. ആൻഡ് ഹി സ്ട്രിക്ട്ലി ഫോർബീഡ്സ് ദ മദർ. ഫോർബീഡ് ചെയ്യുക പറഞ്ഞാൽ ഡിസലോ ചെയ്യാണ്, ഇനി ഈ ഹക്കീമുകളുടെ അടുത്ത് പോകരുതെന്ന്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ ആര് പറയാണ്, അച്ഛൻ പറയാണ്. അങ്ങനെ ആ മകനെ പോയി കണ്ണ് കഴുകിച്ചു കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഈവൻ ദോ ഷീ ലൈക്ക്
said that she won't visit the Hakims and all, but still അദ്ദേഹം തന്നെ വേദന പറയുന്നുണ്ട്. സർട്ടൻ ഏജ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, അമ്മ അവൻ്റെ കണ്ണിൽ എന്ത് എഴുതി കൊടുക്കുന്നുണ്ട്, സുറുമാസ് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അത് അമ്മേൻ്റെ ഒരു തൃപ്തി കൊണ്ട് എന്തായാലും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി കാലം വരെ ഈ സുറുമാസ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ ചെയ്തൊരു കാര്യം വെച്ചാൽ നമ്മൾ വെറുതെ സുറുമാസ് അപ്ലൈ ചെയ്താൽ മാത്രം പോലെ ഷീ പുട്ട് ഹിം ത്രൂ വേരിയസ് ടെസ്റ്റ് ഈ കാഴ്ച കിട്ടുന്നുണ്ടോയെന്ന് അറിയാം. അതിലെന്താ സംഭവം വെച്ചാൽ വേദ് അമ്മ എന്ത് നോട്ട് ചെയ്യിച്ചാൽ വേദ് നടക്കുന്ന സമയത്ത് വാതിൽക്കലെത്തുന്നതും നിന്നിട്ട് ഡോർ നോബ് തിരിക്കുന്നതൊക്കെ അമ്മ ശ്രദ്ധിക്കുകയാണ്. ആൻഡ് ഷീ തിങ്സ് ദാറ്റ് ഇറ്റ് ഇസ് ബിക്കോസ് ദ ഐസൈറ്റ് ഈസ് കമ്മിങ് ബാക്ക്. പക്ഷെ ആക്ച്വലി അതല്ല സംഭവം. എന്താണ് ഇവിടെ അവൻ എന്താ സംഭവിക്കുന്നത്, അവൻ്റെ ആ ഒരു എന്താണ് ബ്ലൈൻഡ്നെസ്സോട് അവൻ കോപ്പപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഇങ്ങനെ തെറ്റിദ്ധരിക്കാനൊക്കെ കാരണം അമ്മക്ക് ഇത്രയും വറീഡ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഇറ്റ്സ് ഹർ സൺ ഹു ഹസ് ലോസ്റ്റ് ഹിസ് സൈറ്റ് ആൻഡ് ഹീൽ റിമെയിൻ ബ്ലൈൻഡ് ഫോർ ഹിസ് ഹോൾ ലൈഫ് ആൻഡ് ഓൾ. ബട്ട് തിങ്സ് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അല്ലെങ്കിൽ ആളുകളുടെ കാഴ്ചപ്പാടിലൊക്കെ ബ്ലൈൻഡ് ആയിട്ട് ഒരാളുണ്ടോ അവരൊക്കെ എന്തായിരിക്കും, ബെഗേഴ്സ് ആയിരിക്കും എന്നുള്ള കാഴ്ചപ്പാട്. കാരണം ദേ ഡിഡ് നോ ദ പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് എ ബ്ലൈൻഡ് ചൈൽഡ്. അതായത് ഒരു കാഴ്ചയില്ലാത്ത ആളെ കൊണ്ട് എന്ത് പറ്റും, അവരുടെ കേപ്പബിലിറ്റീസ് എന്തെന്നുള്ള അറിവ് അന്നില്ലായിരുന്നു. ദേ ignorant of certain such things. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്തു പോകുന്നത്. അങ്ങനെ അമ്മ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഈ ഡോർ നോബ് തിരിക്കുന്നതൊക്കെ നോട്ട് ചെയ്ത സമയത്ത് അമ്മ വിചാരിക്കുകയാണ് അവനെ കുറച്ചും കൂടി ടെസ്റ്റ് നോക്കിയാൽ ഷീ വാണ്ടഡ് ടു കൺഫേം വെദർ ദ സൈറ്റ് വാസ് കമ്മിങ് ബാക്ക് ഓർ നോട്ട്. അങ്ങനെ അമ്മ എന്ത് ചെയ്യാണ്, ഇവൻ്റെ മുഖത്തിൻ്റെ മുന്നിൽ കൈ ഇങ്ങനെ ഇതാക്കുകയാണ്. അങ്ങനെ കൈ എവിടെയെന്ന് പറയാൻ പറ്റുകയാണ്. ആൻഡ് അവൻ്റെ ബ്ലൈൻഡ് ആയെങ്കിലും അവൻ്റെ ഹിയറിംഗ് സെൻസ് കുറച്ചും കൂടി ഹൈറ്റൻഡ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ലിസൺ ചെയ്തിട്ട് ആ എയർ കറൻറ്റ് മൂവ്മെൻ്റ് ഒക്കെ ലിസൺ ചെയ്തിട്ട് ഹി വാസ് ഏബിൾ ടു ടെൽ വോ ദ ഹാൻഡ് വാസ് ഓക്കെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് അമ്മ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കി ഓഫ് ആക്കിയിട്ട് അവനോട് അത് പറയാൻ പറയും. ആൻഡ് ഇതിലും അവൻ എന്ത് ചെയ്യാണ്, ആ ശബ്ദം കേട്ടിട്ട് അവൻ പറയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അമ്മേൻ്റെ ഈ ഒരു ഇതിൽ ആര് നിൽക്കുന്നത്, നമ്മുടെ വേദ് നിൽക്കുന്നത്. ഇതേ സമയത്ത് അച്ഛൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലൈക്ക് ഹി ഡിൻ വാണ്ട് ദ ഫേറ്റ് ഓഫ് ഹിസ് യങ്ങർ ചൈൽഡ് ടു ബി ലൈക്ക് എ ബെഗർ ആൻഡ് ഓൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇവർ അറിഞ്ഞിരിക്കുന്നത് ഇവർ ബെഗർ ആവും എന്നുള്ള രീതിയിലാണ്. സോ ഹി സ്റ്റാർട്ടഡ് റീഡിങ് ബുക്സോ ആർട്ടിക്കിൾസ് എനിത്തിങ് റിലേറ്റഡ് ടു ദ ബ്ലൈൻഡ്നെസ് തിങ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങുകയാണ്. ബട്ട് വെനെവർ ഹി ഡിഡ് റീഡ് സച്ച് തിങ്സ് അതൊക്കെ അതിൽ നിന്നും പിന്നെ മനസ്സിലാവുന്നത് എന്താണ്, ഇവരുടെയൊക്കെ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുടെ ഫേറ്റ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഒന്നെങ്കിൽ അവർ നമ്മളെന്താ പറയുക ബീഡീൻ്റെ പണി അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, ബെറ്റൽ അങ്ങനത്തെ ഇതാക്കുക അങ്ങനത്തെ പണിക്കാണ് പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. സോ ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ടു അതോറിറ്റീസ് ഇൻ ഓർഡർ ടു ഗെറ്റ് എ ഹെൽപ്പ് ഫോർ ഹിസ് സൺ. പക്ഷേ അതൊന്നും വലിയൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷെ അദ്ദേഹം നിർത്തുന്നില്ല. അങ്ങനെ ആണ് എന്ത് ചെയ്യുന്നത്, ദാദർ സ്കൂൾ ഫോർ ബ്ലൈൻഡ് വിച്ച് വാസ് ബ്ലൈൻഡ് സ്കൂൾ ഫോർ ബ്ലൈൻഡ് സ്കൂൾ ഇൻ ബോംബെ. ആൻഡ് അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു ഡോക്ടർ ആർ എം ഹെൽത്ത് എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടുകയാണ്. ആൻഡ് അദ്ദേഹം നമ്മുടെ ഫാദറിനോട് പറയുകയാണ്, നിങ്ങളുടെ മകനെ നിങ്ങൾ ഇങ്ങോട്ട് വിടുകയാണെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് അവന് കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്തു കൊള്ളാം, പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊള്ളാം എന്ന് ആര് പറയുകയാണ്, ഈ ഒരു ദാദർ സ്കൂളത്തെ പ്രിൻസിപ്പൾ അച്ഛന് വാക്ക് കൊടുക്കുകയാണ്. ആ ഒരു വാക്കിന് പുറത്ത് അച്ഛൻ എന്ത് ഡിസൈഡ് ചെയ്യാണ്, നമ്മുടെ വേദിനെ വിടാൻ. കാരണം എന്താ വെച്ചാൽ അവൻ പോയില്ലെങ്കിൽ ഹീ ന്യൂ ദാറ്റ് വീട്ടിലിരുന്നാൽ അവൻ്റെ സിസ്റ്റേഴ്സും അവൻ്റെ അമ്മയൊക്കെ കൂടി അവനെ പാമ്പേർഡ് ചൈൽഡായിട്ടായിരിക്കും വളർത്തുക. അതിൻ്റെ ഇമ്മീഡിയറ്റ് പ്രെമിസസ് ആ ചുറ്റുവട്ടത്തുനിന്ന് അവനെ പുറത്ത് വിടാനും കൂടി ആരും സമ്മതിക്കില്ല, അമ്മ ഇവരൊന്നും സമ്മതിക്കില്ല. സോ ഹീ ന്യൂ ദാറ്റ് അവനെ ഇൻഡിപെൻഡൻ്റ് ആക്കണമെങ്കിൽ ഇതാക്കണമെങ്കിൽ ഹി ഹാസ് ടു ലൈക്ക് ഷിഫ്റ്റ് ഫ്രം ദ പ്ലേസ് എന്നുള്ളത് ആർക്ക് മനസ്സിലായി, അച്ഛന് മനസ്സിലായി. പക്ഷേ അമ്മ എന്നോട് ഈ കാര്യം പറയുന്ന സമയത്ത് ഷി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ലൈക്ക് വി നോ ദാറ്റ് ഷീ കാഡ് ഫോർ ഹർ സൺ. അപ്പോൾ എന്തുകൊണ്ട് അവനെ വിടാൻ താല്പര്യമില്ലായിരുന്നു, ഇങ്ങനത്തെ ഇത്രയും ദൂരമുള്ള സ്കൂളിലേക്ക് എന്തിനാ തൻ്റെ മകനെ വിടുന്നു എന്നായിരുന്നു അമ്മൻ്റെ ധാരണ. എന്നാലും ഹസ്ബൻഡ് എടുത്ത തീരുമാനം ശരിയായിരിക്കും എന്നുള്ള ധാരണയിൽ അവർ സൈലൻ്റായിട്ട് സമ്മതം കൊടുക്കുന്നു. ഈ ഒരു ഇതുവരെയാണ് എന്തുള്ളത്, മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്നുള്ളത്. അപ്പം ഡു കീപ്പ് ഇൻ മൈൻഡ് ഹൗ ദ പീപ്പിൾ ട്രീറ്റഡ് വേദ്സ് ബ്ലൈൻഡ്നെസ് എങ്ങനെയാണ് നോക്കിയെന്നും പിന്നെ അന്നത്തെ കാലത്ത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ എന്താവുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ടത്. ആൻഡ് ആരൊക്കെയാണ് അമ്മ കൺസൾട്ട് ചെയ്തത് എന്നുള്ളതും വാട്ട് എവർ ടെസ്റ്റ് ഡിഡ് ഷി പുട്ട് ഹിം ത്രൂ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത് ഈ ഒരു മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബിയിലുള്ളത്. അപ്പോൾ ഇതാണ് അടുത്ത ചാപ്റ്റർ. ഇനി അടുത്ത ഏതാ നോക്കാം. And next comes Where the Mind is Without Fear, which is a poem. Okay, Where the Mind is Without Fear is actually a poem written by Rabindranath Tagore and it's a prayer. Okay, prayer ആണ് നമ്മളെ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലാണ് ഉള്ളത്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ. അതായത് നമ്മളെ ഇന്ത്യക്കാർ ബ്രിട്ടീഷ് പീരീഡിൽ ബ്രിട്ടീഷ് റൂളായിരിക്കുന്ന സമയത്ത് എഴുതിയതാണ്. ആൻഡ് ദിസ് പ്രേയർ ദാറ്റ് ഇസ് ഇൻ ദ പോം അദ്ദേഹം ഗോഡിനോട് പ്രേ ചെയ്യാണ് ഹൗ ഹിസ് സിറ്റിസൺ ഷുഡ് ബി ലൈക്ക് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ഈ ടാഗോറിൻ്റെ ഈ ഒരു പോയത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ലൈനാണ് ഹെഡിങ് നമ്മളെ പോത്തിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്, ദാറ്റ് ഇസ് വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ എന്നുള്ളത്. അല്ലാണ്ട് പെർട്ടിക്കുലറായിട്ട് വേറെ ഒന്നും കൊടുത്തതല്ല, ഫസ്റ്റ് ലൈനായിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ആൻഡ് ഗീതാഞ്ജലി എന്നുള്ളതാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. ഗീതാഞ്ജലിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഒരു വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയറിൽ ഹീസ് ആക്ച്വലി പ്രേയിങ് ദാറ്റ്
ടു ദ ഗോഡ്. എന്താണ്, ആളുകളുടെ മനസ്സിൽ പേടി പാടില്ല, ദേ ഹെഡ് ഷുഡ് ബി ഹെൽഡ് ഹൈ, തല ഉയർത്തി പിടിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണം, നോളജ് ഫ്രീ ആയിരിക്കണം, അതായത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടണം എന്നൊക്കെയാണ് ആര് പറയുന്നത്, ഈ ഒരു പ്രെയറിൽ ടാഗോർ പറയുന്നത്. ആൻഡ് ഓൾസോ ഇതിൽ നമുക്ക് എന്തുണ്ട്, ഫിഗർ ഓഫ് സ്പീച്ചസ് വരുന്നുണ്ട്. അതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട അല്ലാത്ത ഫ്രേസസും ഉണ്ട്. അതിൽ നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്ന് പറയുന്നുണ്ട്, അതായത് വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ ഇൻ നാരോ ഡൊമസ്റ്റിക് വാൾസ്, അതായത് ലോകം ഇടുങ്ങിയ ചുമരുകളാൽ ഫ്രാഗ്മെൻറ്റ്സ് പീസസ് ആയി മാറാതിരിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പീസസ് ആണ്, നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്ന് പറഞ്ഞാൽ, നാരോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇടുങ്ങിയത് എന്നാണ്, ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ളത്. അപ്പോൾ നാരോ ഡൊമസ്റ്റിക് വാൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നാരോ മൈൻഡഡ്നെസ്, പെറ്റി അങ്ങനത്തെ തോട്ട്സ്, അതായത് ജാതി, മതം, ലാംഗ്വേജ്, റീജിയൻ, ക്രീഡ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് നാരോ മൈൻഡഡ്നെസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ നാരോ ഡൊമസ്റ്റിക് വാൾസ് അഥവാ ചോദിക്കുകയാണെങ്കിൽ നാരോ എന്താണ് ഉദ്ദേശിക്കുന്നത്, പെറ്റി ആൻഡ് നാരോ മൈൻഡഡ്നെസ്. കുറച്ചും കൂടി ഒക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ്, ക്രീഡ്, റീജിയൻ എന്നുള്ള പേരും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അങ്ങനെ ഒന്നും വിഭജിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. പിന്നെ ആളുകൾ എപ്പോഴും ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ആയിരിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് റീസൺസിന് അദ്ദേഹം ക്ലിയർ സ്ട്രീം, അരുവിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്ട്രീം സംതിങ് വിച്ച് ഇസ് വെരി പ്യുവർ, അല്ലേ, മെലീഷ്യസ്നെസ് ഒന്നും ഇല്ലാതെ പ്യുവർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ആവണം ആളുകളുടെ ചിന്തകൾ, അല്ലാതെ മോശമായിട്ട് ഡ്രൈറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. അവിടെ നോക്കണേ, ഡ്രൈറി ഡെസേർട്ട് സാൻഡ് എന്ന് പറയുമ്പോൾ അലിട്രേഷൻ വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡ്രൈറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് സൂപ്പർസ്റ്റിഷൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആളുകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള അവരുടെ എഫേർട്സ്, അതായത് കണ്ടിന്യൂസ് എഫേർട്ട്, സ്ട്രൈവിങ്, കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് എടുത്ത് അവരുടെ ഇതൊക്കെ പെർഫെക്ഷനിലേക്ക് എത്തട്ടെ എന്ന് ആര് പറയുന്നുണ്ട്, ദ സ്ട്രീനിയസ് എഫേർട്ട് ദാറ്റ് ദേ ഹാഡ് ടേക്കൺ. അതൊക്കെ ഇപ്പോൾ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നതെങ്കിൽ അത് സ്ട്രഗിൾ ചെയ്യുന്നത്, അപ്പോൾ അതെന്ത് ചെയ്യട്ടെ, സക്സസ് ആവട്ടെ എന്നൊക്കെ ആര് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ടാഗോർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആൻഡ് what he actually wants is like വെറുതെ ഒരു ഫ്രീഡം പോരാ, രണ്ട് കാര്യത്തിന് അതായത് ബ്രിട്ടീഷുകാർ പോകും വേണം, നമ്മൾ ഇന്ത്യയിലും കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, നമ്മുടെ ഈ ഡെഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർസ്റ്റിഷൻസ്, ബ്ലൈൻഡ് ഫെയ്ത്ത്സ് തുടങ്ങിയ കാര്യങ്ങൾ, ഒബ്സലീറ്റ് കസ്റ്റംസ്, ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് എന്താ പറയുന്നത്, പുരോഗമനിക്കാൻ പറ്റാത്ത, അതായത് പ്രോഗ്രഷന് തടസ്സമായി ഒബ്സ്റ്റാക്കിളായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രം ബ്രിട്ടീഷേഴ്സ് ആൻഡ് ഓൾസോ ഫ്രം ദ അവർ ഓൺ മെൻ്റൽ ചേഞ്ച്, നമ്മളായിട്ട് തന്നെ നമ്മൾ മനസ്സിൽ കുറച്ച് ചങ്ങലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നിന്നും ഫ്രീഡം വേണമെന്നാണ് ആര് പറയുന്നത്, ടാഗോർ പറയുന്നത്. ഓക്കെ, സോ ഹെവൻ ഓഫ് ഫ്രീഡം എന്നാണ് ആര് പറയുന്നത്, ടാഗോർ. വാട്ട് ഹി വാണ്ട്സ് ഇസ് എ ഹെവൻ ഓഫ് ഫ്രീഡം where these things, that is the above lines, that is like മൈൻഡിൽ പേടിയില്ലാത്ത, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, നോളജ് ഫ്രീ ആയിട്ടുള്ള, അങ്ങനെ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ആയിട്ടുള്ള, ഡെഡ് ഹാബിറ്റ്സിലേക്ക് എത്താത്ത, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് അവരുടെ എഫേർട്സ്, കണ്ടിന്യൂസ് എഫേർട്സ് ഒക്കെ എന്താണ് സക്സസ് ആവുന്ന ഈ ഒരു രീതിയിലുള്ള ഒരു ഹെവൻ ഓഫ് ഫ്രീഡമാണ് ആരാഗ്രഹിക്കുന്നത്, ടാഗോർ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഗോഡിനെ കാണിക്കാൻ രണ്ട് വേർഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ദി എന്നുള്ളതും ഫാദർ എന്നുള്ളതും. ദി എന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് വേർഡാണ്, യു എന്നുള്ള രീതിയിലാണ് ഇവിടെ എയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിയും ഫാദർ, മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവോയ്ക്ക് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഹെവൻ ഓഫ് ഫ്രീഡം, അതായത് സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തിലുള്ള ആ ഒരു രാജ്യത്തേക്ക് എൻ്റെ ആളുകൾ ഉണരട്ടെ, എൻ്റെ കൺട്രി ഉണരട്ടെ എന്നാണ് ആര് പറയുന്നത്, ടാഗോർ പറയുന്നത്. സോ ഈ ഒരു രീതിയിലാണ് പോം എൻഡ് ചെയ്യുന്നത്. സോ കീപ്പ് ഇൻ മൈൻഡ് ഹൗ ദ ഗോഡ് ഇസ് അഡ്രസ്ഡ്, ലൈക്ക് ദി എന്നും ഫാദർ എന്നും രണ്ട് രീതിയിലാണ് ഇതാക്കിയിരിക്കുന്നത്. പ്രെയറാണ്, പിന്നെ എങ്ങനെയാണ് ഹെവൻ ഓഫ് ഫ്രീഡം ആക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വേർഡ് ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറഞ്ഞുള്ള പോത്തിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ ടാഗോർ. ഓക്കെ, then comes the 12th one, 12ാമത്തെ ഉള്ളത്, 11 നമുക്കില്ല. ദാറ്റ് ഈസ് ഇഫ് ഐ വേർ യു എന്നുള്ള 1 act പ്ലേ ആണ് നമുക്ക് വരുന്നത്. 1 act പ്ലേയിൽ നമുക്ക് ഈവൻ ദോ ഇറ്റ് ഇസ് എ പ്ലേ, ഇറ്റ് ഇസ് വെരി സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് വൺ, വേ ദർ ഇസ് ഓൺലി 2 characters, that is Gerard and Intruder. Why Intruder is because the name is not given there, പേരൊന്നും കൊടുത്തിട്ടില്ല, Intruder എന്നാണ്, because he is the one who is intruding into the place of this Gerard. Okay, and in the play we can see that Gerard, who is the main character, that is the protagonist, and we have an antagonist, that is the villainous one, that is Intruder, who is a criminal. Okay, അങ്ങനെ ഈ ക്രിമിനലായിട്ടുള്ള ഇൻട്രൂഡർ എന്ത് ചെയ്യാണ്, നമ്മുടെ ജെറാഡിൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ കയറുന്ന സമയത്ത് ആക്ച്വലി വി ക്യാൻ സീ ദ അപ്പിയറൻസ് ഓഫ് ജെറാഡ്, ഭയങ്കര കുറച്ച് മീഡിയം ഹൈറ്റൊക്കെ ആയിട്ടുള്ള, നല്ല വൃത്തിക്കും എനിക്കും ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്ന, എന്താണ് കോട്ടും ഇതൊക്കെ ഇട്ടിട്ടുള്ള കൾച്ചേർഡ് വോയിസ് ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്, ജെറാഡ് എന്ന് പറയുന്നത്. വേറെ ദിസ് ഇൻട്രൂഡർ ഹീസ് ഫ്ലാഷ്ലി ഡ്രസ്ഡ്. ഓക്കെ, അങ്ങനെ ഫ്ലാഷ്ലി ഡ്രസ്ഡ് ആയിട്ട്, ആവശ്യത്തിന് ഓവർ ഡ്രസ്ഡ് ഒക്കെ ആയിട്ടാണ് ആരുള്ളത്, നമ്മളെ ഇൻട്രൂഡർ ഉള്ളത്. അങ്ങനെ ഇയാളും ജെറാഡും തമ്മിലുള്ള ഒരു ഡയലോഗ് എക്സ്ചേഞ്ചസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ വീട്ടിലൊരാൾ ഇൻട്രൂഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വിൽ സ്റ്റാർട്ട് പാനിക്കിങ് അല്ലേ, നമ്മൾ പേടിക്കും, ടെൻസ്ഡ് ആവും. ബട്ട് ദ റിയാക്ഷൻ ഓഫ് ജെറാഡ് ഇസ് മച്ച് ഡിഫറെൻറ്റ് വെൻ ഹി സീസ് ദിസ് ഇൻട്രൂഡർ അറ്റ് ഹിസ് പ്ലേസ്.
he's have a conversation with him like a long lost friend, not long lost friend but still പേടിയൊന്നും കൂടാതെയാണ് ആര് സംസാരിക്കുന്നത്, ജെറാഡ് ഇയാളോട് സംസാരിക്കുന്നത്. ആൻഡ് ആ സംസാരത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ്, ഇൻട്രൂഡർ ഈ ജെറാഡിൻ്റെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് ഹി wanted to know whether he lived there alone. ജെറാഡ് തനിച്ചാണോ താമസിക്കുന്നതെന്നൊക്കെ ആർക്ക് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു, ഇൻട്രൂഡർക്ക് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ജെറാഡ് പെട്ടെന്ന് ചാടി കയറിയിട്ട് ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നും കൊടുക്കുന്നില്ല എന്ന് കരുതി തീരെ കൊടുക്കാതിരിക്കുന്നില്ല. ബിക്കോസ് ദിസ് മാൻ ഹാസ് എ ഗൺ വിത്ത് ഹിം ആൻഡ് ഓൾ. അപ്പോൾ നമുക്കറിയാം ഗണ്ണും ഇതൊക്കെ ആയിട്ട് വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നല്ല ഉദ്ദേശമായിരിക്കില്ലല്ലോ ഉണ്ടാവുക, ഒബ്വിയസ്ലി ടു ഹേർട്ട് ഹിം. അങ്ങനെ കുറച്ച് ഭീഷണിക്ക് പെടുത്തിയിട്ടാണ്. അങ്ങനെയാണെങ്കിലും ജെറാഡ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രൂഡർ മനസ്സിലാക്കി വന്ന കാര്യമാണ് ദാറ്റ് ജെറാഡ് ഓൺസ് എ കാർ എന്നുള്ളതും, ജെറാഡ് അധികം ആളുകളുമായിട്ട് അങ്ങനെ കാണില്ല, മിണ്ടില്ല, സംസാരിക്കില്ല എന്നൊക്കെ ആർക്കറിയാം, നമ്മുടെ ഇൻട്രൂഡർക്ക് അറിയാം. പക്ഷെ അതിനിടയിലും ഇൻട്രൂഡറിനോട് കുറേ പ്രാവശ്യം ജെറാഡ് അദ്ദേഹത്തിൻ്റെ പേരറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇൻട്രൂഡർ പേരൊരിക്കലും പറഞ്ഞു കൊടുക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് റിവീൽ ദാറ്റ് ഹീസ് എ ക്രിമിനൽ ആൻഡ് ഹീ സ്പെഷ്യലൈസ്ഡ് ഇൻ ജുവൽ റോബറി ആൻഡ് ഹി ഹാസ് കമ്മിറ്റഡ് എ മർഡർ. ഒരു പോലീസിനെ ഇയാൾ കൊന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇയാളൊരു പുവർ 100 റാറ്റാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഇയാൾ എപ്പോഴും പോലീസാണ്. അന്ന് മുതൽ പോലീസിനെ ഡോഡ്ജ് ചെയ്യാന്നല്ലാണ്ട് വേറെ ഒന്നും ഇയാൾ ചെയ്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഡോഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒളിച്ചു മറിഞ്ഞ് ജീവിക്കുന്ന സമയത്താണ് ആരെക്കുറിച്ച് അറിയുന്നത്, ജെറാഡിനെ കുറിച്ച് അറിയുന്നതും, ജെറാഡ് തനിച്ചാണെന്നും അങ്ങനെയൊക്കെ അറിയുന്നതും. പിന്നെ ജെറാഡ് പെട്ടെന്ന് പോവുകയും പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ലൈഫ് പാറ്റേൺ തനിക്കും ഒക്കെയാണ്, തനിക്ക് ഇങ്ങനത്തേതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇയാൾ ആരുടെ അടുത്തേക്ക് വരുന്നത്, ഇൻട്രൂഡർ ജെറാഡിൻ്റെ വീട്ടിലേക്ക് വരുന്നതൊക്കെ. അപ്പോഴാണ് ഇതൊക്കെ പറയുമ്പോഴാണ് നമുക്ക് എന്ത് റിവീൽ ചെയ്യുന്നില്ല, ഹിസ് ഇൻറ്റൻഷൻ ഈസ് ടു കിൽ ജെറാഡ്. ഓക്കെ, ജെറാഡിനെ കൊന്നിട്ട് ജെറാഡായിട്ട് ജീവിക്കാനാണ് ആര് വന്നിരിക്കുന്നത്, ഇൻട്രൂഡർ വന്നിരിക്കുന്നത്. ബിക്കോസ് ദേ ആർ സിമിലർ, ബോഡി ബിൽഡപ്പ് ഒക്കെ രണ്ടുപേരുടെ ഏകദേശം സെയിം ആണ്. അപ്പം ആ ഒരു ഇതിലാണ് ജെറാഡിനെ കൊന്നിട്ട് ഇൻട്രൂഡർ അവനായിട്ട് ജീവിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ജെറാഡ് ചോദിക്കുന്നത്, നീ എന്താണ് ഞാൻ പെട്ടെന്ന് പോകുന്നതും പെട്ടെന്ന് തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് നീ ചോദിക്കാത്തത്, നീ എന്താ കരുതുന്നത്, ഞാൻ സൺഡേ സ്കൂൾ ടീച്ചർ ആണെന്നാണോ നീ കരുതുന്നതെന്നൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്. വൈ? ബിക്കോസ് Sunday school teacher is someone who teaches us the good things, the benevolent things, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെയാണോ, നീ ഒരു വിദ്യയാണെന്നൊക്കെ ജെറാഡ് പറയാണ്. ആൻഡ് ലേറ്റർ ഹി ക്ലെയിംസ് ദാറ്റ് ആക്ച്വലി ഹീ ടു ആസ് എ ക്രിമിനൽ വേറസ് അദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിൻ്റെ മറുപടി ബുള്ളറ്റുകൾ കൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയും ഫയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് പിന്നീട് എന്ത് സംഭവിക്കുക വെച്ചാൽ ജെറാഡ് പറയുകയാണെന്ത്, അവിടുന്ന് ഹീ ഷോസ് ഹിം ദ ബാഗ് ദാറ്റ് ഹി വാസ് പാക്കിംഗ് ആൻഡ് ഓൾ. എന്നിട്ട് പറയണം അതിൽ കുറേ നമുക്ക് മൊസ്റ്റേഷൻ സാധനങ്ങളൊക്കെ കാണാം, അതായത് കുറച്ച് പ്രോപ്സും സാധനങ്ങളും കാണാം. അപ്പം എന്നിട്ട് പറയുകയാണെന്ത്, പോലീസ് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിന് മുമ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാക്ക് ചെയ്യാണ്. എന്നിട്ട് ഇത് ഡിസ്ഗൈസ് ഔട്ട്ഫിറ്റാണ്, വേഷം മാറാനുള്ള സാധനങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ഞാൻ പോലീസിനെ കണ്ടാൽ അറിയിക്കാൻ ഒരാളെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അയാൾ വിളിക്കുന്നവരെ ഞാൻ കാത്തു നിൽക്കുന്നില്ല, അതിൻ്റെ മുമ്പ് പോകാമെന്ന് വിചാരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഫോൺ റിങ് ചെയ്യുകയും ആൻഡ് സംഹൗ ദിസ് ഇൻട്രൂഡർ ബിലീവ്സ് ജെറാഡ്. ഓക്കെ, നീ അത്രയും അങ്ങോട്ട് ഇതാക്കുന്നില്ലെങ്കിലും എന്തൊക്കെയോ ഒരു തോന്നുകയാണ്. പിന്നെ ജെറാഡും ഒരു അഷുറൻസ് കൊടുക്കുന്നുണ്ട്, നിനക്ക് തോന്നുകയാണ് ഞാൻ പറ്റിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ യു ഹാവ് മീൻ ഇൻ ദ കാർ ആൻഡ് യു ഓൾസോ ഹാവ് എ ഗൺ വിത്ത് യു എന്നുള്ളതൊക്കെ പറയാം. അതായത് കാറിൽ ഞാനുണ്ട്, നിൻ്റെ കയ്യിലാണല്ലോ തോക്കുള്ളത്, അപ്പോൾ പറ്റിക്കുകയാണെന്ന് തോന്നിയാൽ യു ക്യാൻ ഒബ്വിയസ്ലി ഷൂട്ട് മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ആ വഴിക്കൂടെ പോയാലാണ് ഗരാജിലേക്ക് എത്തുക എന്നൊക്കെ പറയാണ്. then the man when he opens the door and looks into what is in there എന്ന് നോക്കുന്ന സമയത്തേക്ക് ജെറാഡ് എന്ത് ചെയ്യാണ്, ഇയാൾ ഉള്ളിലേക്ക് ഉന്തിയിടുകയാണ്. ഉന്തിയിടുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആക്ച്വലി ഇറ്റ് വാസ് എ ബേർഡ് ആൻഡ് ഓൾ. ഇയാൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വാതിലടയ്ക്കുന്നതും തുറക്ക് പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. അങ്ങനെ ഈ ഉന്തിയിടുന്നതിന് മുമ്പ് ജെറാഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രൂഡറിൻ്റെ കയ്യിലുള്ള തോക്കൊക്കെ തട്ടി വീത്തിയിട്ടിട്ടാണ് ഉള്ളിലേക്ക് ഇടുന്നതൊക്കെ. അങ്ങനെ വാതിലടച്ചെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ റിങ് ചെയ്യുന്ന ഫോൺ എടുത്തിട്ട് ഇയാൾ പറയുകയാണെന്ത്, പോലീസിനെ അറിയിക്കാൻ, വിളിച്ച ആളോട് പോലീസിനെ അറിയിക്കാൻ, അവിടുത്തെ സർജൻറ്റിനെ അറിയിക്കാനും അല്ലെങ്കിൽ പബ്ലിക് ബാറിൽ ഉണ്ടാവും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവിടുന്ന് ആക്ച്വലി നമുക്ക് റിവീൽ ചെയ്യുന്നത് ആക്ച്വലി ദിസ് ജെറാഡ് വാസ് നോട്ട് അറ്റ് ഓൾ എ ക്രിമിനൽ എന്നാൽ അദ്ദേഹം ആരാണ്, പ്ലേ റൈറ്റർ ആയിരുന്നു. നമ്മൾ നാടകത്തിന് വേണ്ടി പ്രോപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അതുപോലെ തന്നെ പ്ലേ റൈറ്ററാണ് ആര്, ജെറാഡ് എന്നാണ് മനസ്സിലാവുന്നത്. സോ ഹി വാസ് ആക്ച്വലി ക്യുക്ക് വിറ്റഡ് മാൻ. ഇയാളിപ്പം ഇൻട്രൂഡർ വന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് അപ്പം മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൂഡർ ഇയാളെ കൊന്നിട്ട് ജെറാഡായിട്ട് ജീവിച്ചേനെ കുറച്ചു കാലത്തേക്കെങ്കിലും. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്, തൻ്റെ ആ ഒരു ഇൻ്റലിജൻസോട് കൊണ്ടാണ് എന്ത് ചെയ്യണം, ആ ഒരു സിറ്റുവേഷനോട്, ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു പ്രഷേർഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലും തൻ്റെ ആ ഒരു മനോധൈര്യം കൈവിടാതെ പെരുമാറിയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ജെറാഡിന് തൻ്റെ ജീവൻ രക്ഷിക്കാനായത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, മേ ബി ഇതിലുള്ളത് ചോദിക്കാൻ വരാനുള്ള സാധ്യത ആരാ ഇൻ്റലിജൻറ്റ്. ഒബ്വിയസ്ലി ആരാണ് ഇൻ്റലിജൻറ്റ്, ജെറാഡ്. ഇറ്റ് വാസ് ഹിസ് ക്വിക്ക് മൈൻഡഡ്നെസ് വിച്ച് മെയ്ഡ് ഹിം ആ ഒരു ഇയാളുടെ എന്താ പറയുക, ഇൻട്രൂഡറിൻ്റെ
ഒരു എന്താ ദുഷ്ടത്തരങ്ങൾക്കൊന്നും സ്കേപ്പ് ഗോട്ട് ആവാതെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ജെറാർഡിൻ്റെ ആ മൈൻഡ്ഫുൾനെസ്, ആ ഒരു ഇൻ്റലിജൻസ് തന്നെയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഇഫ് ഐ വെറിയിൽ നോക്കേണ്ടത്. ഓക്കെ, 1 ആക്ട് പ്ലേ ആയിട്ടുള്ള ഇഫ് ഐ വെറി. അടുത്ത നമ്മൾ 13th വൺ ആയിട്ടുള്ള ദ ടൈഗർ ഇൻ ദ ടണലാണ്. അതിൽ നമുക്കുള്ളത് ബാൽഡിയോ, ടെമ്പോ, പിന്നെ ഒരു ടൈഗറുമാണ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത്. ആൻഡ് ഇതിൽ നോക്കണം നമുക്ക് ടെമ്പോ, അതായത് ബാൽഡിയോൻ്റെ മകനാണ് ആരെന്ന് പറയുന്നത്, ടെമ്പോ എന്ന് പറയുന്നത്. ബാൽഡിയോ ഒബിയസ്ലി ടെമ്പുവിൻ്റെ ഫാദറാണ്. ആൻഡ് ദ തിങ് ഈസ് ബാൽഡിയോ ഇസ് എ ഖലാസി. ഓക്കെ, വാച്ച്മാൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. എവിടെ വാച്ച്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരു ജംഗിളിൻ്റെ അടുത്തുള്ള ഒരു നെയിം സേക്ക് സ്റ്റേഷൻ ഓൺലി. നെയിം സേക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെ യാതൊരു ഷെൽട്ടറില്ല, ഐ മീൻ ഒരു പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഖലാസിയായിട്ട് നൈറ്റ് വാച്ച്മാനായിട്ട് നിൽക്കുകയാണ് ആരെന്ന് പറയുന്നത്, ബാൽഡിയോ എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ടണൽ ക്ലിയർ ആണോ നോക്കാം. കാരണം ഈ ഒരു സ്റ്റേഷൻ്റെ അടുത്തൊരു ടണലുണ്ട്, അപ്പോൾ ആ ടണൽ ക്ലിയർ ആണോ, അതായത് അതിൽ ഒബ്സ്ട്രക്ഷൻസ്, തടസ്സങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നോക്കുക. പിന്നെ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് മാനുവൽ സിഗ്നൽ കൊടുക്കുക. പിന്നെ അവിടുത്തെ വെളുക്ക് കത്തുന്നുണ്ടോ, ലാമ്പ് കത്തുന്നുണ്ടോ ഇല്ലയോ നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആര് ചെയ്യേണ്ടത്, ബാൽഡിയോ ചെയ്യേണ്ടത്. അങ്ങനെ എന്നത്തെയും പോലെ അന്നും ബാൽഡിയോ പോവാണ്. അപ്പോൾ നമുക്ക് കാണാൻ സ്റ്റോറി ബിഗിൻ ചെയ്യുന്ന സമയത്ത് ബാൽഡിയോ ഇസ് നോട്ട് സ്റ്റേയിങ് അറ്റ് ഹിസ് പ്ലേസ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഹോമിലല്ല, വീട്ടിലല്ല നിൽക്കുന്നത്, അല്ലാത്ത വേറൊരു ഹട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് അവിടെ നമുക്ക് ടെമ്പൂനെയും കാണാം. അപ്പോൾ ടെമ്പൂനെ കാണാമെന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി ടെമ്പു ഇസ് അക്കംപനിയിങ് ഹിസ് ഫാദർ വർക്ക് പ്ലേസ്, ഇറ്റ് ഇസ് വർക്ക് പ്ലേസ് ഇട്ടോ, അവിടേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ടെമ്പുവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് മനസ്സിലാവുന്നത്. കാരണം ഈവൻ ദോ ഹി വാസ് എ യങ് ബോയ്, അവൻ്റെ നാട്ടിൽ അവൻ്റെ അമ്മേനെയും സിസ്റ്ററെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ അവർക്കൊരു പാടമൊക്കെ ഉണ്ട്, കൃഷിയൊക്കെ ഉണ്ട്. പക്ഷേ അതിലുള്ള ഇൻകം ഒന്നും അവർക്ക് സഫീഷ്യൻ്റ് അല്ല. ലൈക്ക് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അപ്ലിഫ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ബാൽഡിയോ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടത്തേക്കുള്ള ജോബിന് വന്നിരിക്കുന്നത്. അതിന് ബാൽഡിയോൻ്റെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുക. കാരണം വീട്ടിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള ഈ ഒരു ജോബിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഹീ ഈസ് റെസ്പോൺസിബിൾ അല്ലേ, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നു. അങ്ങനെ ടെമ്പു അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ടെമ്പുവിനോട് വരണ്ട, അതായത് ടെമ്പു ചോദിക്കുന്നുണ്ട് താൻ അക്കമ്പനി ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ടെമ്പുവിനോട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബാൽഡിയോ പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് ഹീസ് ലീവിങ് ലേറ്റ് നൈറ്റ്. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷോളൊക്കെ ചുറ്റിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പം ഹീസ് വണ്ടറിങ് ദാറ്റ് അബൌട്ട് ദ വൈൽഡ് ആനിമൽസ് ദാറ്റ് ഹി മേ എൻകൗണ്ടർ, താൻ നേരിട്ടേക്കാൻ പോകുന്ന മൃഗങ്ങളെ കുറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് ബാൽഡിയോ തിങ്സ് ഓഫ് ദ ടെയിൽ ദാറ്റ് ഹി ഹേർഡ് ഫ്രം ദിസ് പീപ്പിൾ. അവിടെ നിന്ന് അദ്ദേഹം കേട്ട കാര്യങ്ങളാണ് എന്താ പറയുന്നത്, അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ടണൽ ടൈഗർ ഉണ്ട്, അവിടേക്ക് എപ്പോഴും വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു മാനേറ്റ് ടൈഗറിനാണ്. പക്ഷേ ടെമ്പു ഹാസൻ ബിലീവ് ദിസ് ടെയിൽ യെറ്റ്, ബിക്കോസ് അതിൻ്റെ ഒരു കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ. ഈവൻ നമുക്ക് നേരിട്ട് കാണുന്നില്ല, അതിൻ്റെ ഫുട് പ്രിൻസും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. പക്ഷേ അതുകൊണ്ട് കാണാത്തത് കൊണ്ട് ബാൽഡിയോ എന്ത് ചെയ്തിട്ടില്ല, ടൈഗറിൻ്റെ സ്റ്റോറി വിശ്വസിച്ചിട്ടില്ല. ബട്ട് ഹീ ബിലീവ് ദ സ്റ്റോറി ഓഫ് ദിസ് പാന്തേഴ്സ്. ഓക്കെ, ബിക്കോസ് അദ്ദേഹം കണ്ടിട്ടുണ്ട് പാന്തേഴ്സ് അതിൻ്റെ മേറ്റിന് വിളിക്കുന്നതും, പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ വില്ലേജസൊക്കെ കൂടി ഒന്നിനെ കൊന്നതൊക്കെ ആർക്കറിയാം, നമ്മുടെ ബാൽഡിയോക്ക് അറിയാം. ആൻഡ് coming back to Baldio, he is a tribe himself, so he was not afraid of the forest because he knew the ways of ഫോറസ്റ്റ്. കാട്ടിൽ ഒരു ട്രൈബ് ആയതിനാൽ തന്നെ കാടിൻ്റെ രീതികളൊക്കെ അറിയുന്ന ആളായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ ബാൽഡിയോ. ആൻഡ് ബാൽഡിയോൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ ആക്സ് ഉണ്ട്, സ്മോൾ ആക്സ് ഉണ്ട്. കാണുന്ന സമയത്ത് നമുക്ക് ചെറുതെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലീത്തൽ വെപ്പണായിരുന്നു അതെന്ന് പറയുന്നത്. അങ്ങനെ ഇത് ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഒരു യങ് ബോറിനെ കൊന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫീസ്റ്റ് ഉപയോഗിച്ച്, അതിൻ്റെ ഫ്ലഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് 3 ദിവസത്തോളം ഫീസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ബാൽഡിയോ പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് കാണാം അവിടെ എത്തിയ സമയത്ത് വെളുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ വെളുക്ക് കേട്ട സമയത്ത് ഹീ ഈസ് വറീഡ് ലൈക്ക് ആസ് എണ്ണ തീർന്നിട്ടാണ് കിട്ടതെങ്കിൽ ഹി ഹാസ് ടു ഗോ ബാക്ക് ടു ഹിസ് ഹട്ട്, അവിടെ പോയിട്ട് എണ്ണ എടുത്തുകൊണ്ട് വരണം. ആ സമയം കൊണ്ട് ട്രെയിനിൽ പോകും. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് അയാൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അയാൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ ശബ്ദം കേട്ടപ്പം അയാൾ ഒന്നും നോക്കി, പിന്നെ വേഗം എന്ത് ചെയ്യാണ്, വേഗം വെളുക്ക് കത്തിക്കുകയാണ്. എണ്ണ അതിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കത്തിക്കുകയാണ്. അങ്ങനെ കത്തിച്ചതിന് ശേഷം എന്താണ്, ടണലിൻ്റെ ഉള്ളിൽ കയറി ടണൽ ക്ലിയർ ആണെന്നൊക്കെ നോക്കി അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ്. അന്നത്തെ ദിവസം എന്ത് സംഭവിക്കുകയാണ്, ട്രെയിൻ വൈകുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത്രയും ടൈം വരെ ബാൽഡിയോൻ്റെ ഓൺലി വിഷ് എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് വീട്ടിലേക്ക് പോവുക എന്നുള്ളത്, ഹട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതായിരുന്നു ആരുടെ ആഗ്രഹം എന്ന് പറയുന്നത്, ബാൽഡിയോൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് ട്രെയിൻ നേരെ വൈകുകയാണ്. ആൻഡ് ഹീ എന്താണ് അവിടെ നിന്ന് ഉറക്കം തൂങ്ങി പോവുകയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ബാൽഡിയോ. അങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത ടെമ്പുവിനെയാണ് കാണിക്കുന്നത്. ടെമ്പു ഹൂസ് ദ സൺ ഓഫ് ദിസ് ബാൽഡിയോ. അങ്ങനെ അവിടെ ടെമ്പു എന്തോ ട്രെയിൻ പോകുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് എണീക്കുകയും അച്ഛൻ വന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്നാണ് പിന്നീടുള്ളതിൽ പറയുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത് ബാൽഡിയോ ഇങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു മാൻ്റെ കരച്ചിലും വന്ന് നിലത്ത് വീഴുന്ന ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഇതിൽ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഒരു ശബ്ദം കേട്ട സമയത്ത് ഹി ന്യൂ ദാറ്റ് ഓൺലി എ ടൈഗർ കുഡ് എമിറ്റ് സച്ച് എ സൗണ്ട്. ആ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്
അത് ടൈഗർ ആയിരിക്കും ആർക്ക് മനസ്സിലാവുകയാണ്, ബാൽദിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കംപ്ലീറ്റ്ലി അലേർട്ട് ആവുകയാണ്. ആ അലേർട്ടായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ് ഏത് വഴിക്കാണ് ടൈഗർ വരുന്നത്, തൻ്റെ നേർക്കാണോ ഓപ്പോസിറ്റ് ആണോ. ഓപ്പോസിറ്റ് ആണെങ്കിൽ അവിടെയാണ് നമ്മൾ ടെമ്പു കിടക്കുന്നത്. അങ്ങനെ അധികം ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വന്നിട്ടൊന്നുമില്ല. നമ്മൾ ഈ ഒരു ടൈഗറിനെ ഇവൻ കാണുകയാണ്, ഭയങ്കര ആ ഒരു ഹ്യൂജ് ബോഡിയൊക്കെ ആയിട്ട് ടൈഗർ വരികയാണ്. ആൻഡ് ടു ബാൽദിയോ ഫ്ലൈറ്റ് വാസ് യൂസ്ലെസ്. ഓടി രക്ഷപ്പെടുക എന്നുള്ളത് പോസിബിൾ അല്ല, കാരണം ഈ രാത്രി ദിറ്റങ്ങൾക്കായിരിക്കും എന്ത് ചെയ്യുക, കാഴ്ചശക്തി കൂടുതലുണ്ടാവുക. സോ ഹി ഡിസൈഡ്സ് ഫൈറ്റ്. ഈ ഒരു സ്മോൾ ആക്സ് ഒക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ആൻഡ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ടൈഗർ ആണെങ്കിലും മാനീറ്റ് ടൈഗർ എന്നാണ് പറയുന്നത്. ഹി ന്യൂ ദ വേസ് ഓഫ് മാൻ. തൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഈ ആളുകൾ ഓടുന്നൊക്കെ കാണുന്നതാണ് ടൈഗർ. പക്ഷേ ബാൽദി ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ആക്ച്വലി ടൈഗറിന് ദേഷ്യം പിടിക്കുക, എത്ര എന്ത് ധൈര്യം അവനെന്നൊക്കെയുള്ള രീതിയിലുള്ള തോട്ടാണ് ഇതിന് പോകുന്നത്. അതെന്ത് ചെയ്യാണ്, ഒരൊറ്റ ഇങ്ങനെ മുന്നോട്ട് ലീപ്പ് ചെയ്യാണ് ആര്, ടൈഗർ. ഈ സമയത്ത് നമ്മുടെ ബാൽദി എന്ത് ചെയ്യണം, ഒന്ന് മാറിയിട്ട് ഒഴിഞ്ഞു മാറിയും കൊണ്ട് ഈ മഴ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഷോൾഡറിൻ്റെ ഈ ഒരു കൈൻ്റെയും ആ ഷോൾഡറിൻ്റെ അവിടേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരികയാണ്. ആൻഡ് ആക്ച്വലി ഇവ അത്രയും ഇതിലാണ് അടിക്കുന്നതും. ആ അടിച്ചിട്ട് എന്ത് സംഭവിക്കുക വെച്ചാൽ കഷ്ടകാലത്തിന് ഈ ഒരു മഴ അതിൻ്റെ എല്ലിൽ തറച്ചു പോവാണ്. ആൻഡ് യു നോ ടൈഗർ നിന്നെടുക്കൂല ഊരാനൊന്നും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്താണ് ഇത് നിൽക്കുകയാണ്, ബാൽദിയോൻ്റെ മഴ എന്തായി, ആകെ അവൻ്റെ കയ്യിലുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു മഴയായിരുന്നു. ആൻഡ് ആഫ്റ്റർ ഹി ലോസ്റ്റ് ലൈക്ക് വെൻ ദ ആക്സ് വാസ് സ്ട്രക്ക് ഇൻ ടു ദ ബോൺ ഓഫ് ദിസ് ടൈഗർ, അവൻ എന്തായി, ബാൽദിയോ എന്തായി മാറി, ആംലെസ് ആയി മാറി. ആയുധമൊന്നുമില്ല. പക്ഷെ നേരെ വെച്ച് ടൈഗറിൻ്റെ വെപ്പണാണ് എന്ത് പറയുന്നത്, അതിൽ ബല്ലും നഖവും എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യാണ്, തനിക്ക് ആ മുറിവേറ്റ ദേഷ്യത്തിനൊക്കെ കൂടി എന്ത് ചെയ്യാണ്, ബാൽദിയോനെ പിച്ച് ചിന്തി കളയാണ്. ലൈക്ക് വെറുതെ കൊന്നല്ല, ഒന്നായിട്ട് ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബാൽദി ഒത്തിരി പെയിൻ അറിയില്ല, ബാക്ക് കൂടെ ഒരു സാധനം പോകുന്ന ഒരു വേദന ആരറിയുന്നുള്ളൂ, ബാൽദി അറിയുന്നുള്ളൂ. പിന്നെ എന്നേക്കുമായിട്ട് അവൻ്റെ കണ്ണ് ഇരുട്ടിലായി, ഐ മീൻ ഇരുടായി എന്നുള്ള പറയുമ്പോൾ ഹീസ് ഡെഡ്. കാരണം എന്നിട്ട് അവൻ്റെ ആ ഡെഡ് ബോഡി ഇങ്ങനെ ഇതാക്കി കളയണം. അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണുന്നത് ചിലപ്പോഴും ട്രെയിൻ വന്നില്ലേ, കാരണം ഞാൻ പറഞ്ഞു ടെമ്പു എണീക്കുന്ന ട്രെയിനിൻ്റെ ശബ്ദം കേട്ടാ, അങ്ങനെ ട്രെയിൻ നേരെ വൈകായിരുന്നു. അങ്ങനെ ബാൽദിയോനെ കൊന്നു കഴിഞ്ഞ ശേഷം നമ്മുടെ ടൈഗർ എന്ത് ചെയ്യണം, അതിൻ്റെ മുറിവ് ഇങ്ങനെ നക്കുകയാണ്. ആൻഡ് അതിൽ തന്നെ നിന്നതുകൊണ്ട് ഈ ദൂരെ നിന്ന് ആ ട്രെയിൻ വരുന്നത് ആരും അറിഞ്ഞില്ല, നമ്മൾ ടൈഗർ അറിഞ്ഞില്ല. അപ്പോൾ ആ ട്രെയിൻ ഇങ്ങനെ വരുന്നത് വെച്ചാൽ ആ രാത്രി അതിൻ്റെ ആ ഒരു തീപ്പൊരിയൊക്കെ പറഞ്ഞിട്ട് ആ ദിവാലി ലൈറ്റ്സ് ആ ഒരു ഇതിലാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ട്രെയിൻ വരികയാണ്. അപ്പോൾ അടുത്തെത്തുമ്പോഴാണ് ടൈഗർ അതിൻ്റെ ആ ഒരു ചൂളമിളി കേൾക്കുമ്പോഴാണ് ടൈഗർ അറിയുന്നതും രക്ഷപ്പെടാൻ നിന്ന പോലെ. നേരത്തെ എങ്ങനെയാണോ ബാൽദി ടൈഗറിൻ്റെ മുന്നിൽ പെട്ടുപോയത്, അതേപോലെ ഇപ്പോൾ ടൈഗർ എന്തിൻ്റെ മുന്നിലും പെട്ടുപോയ ട്രെയിനിന് മുന്നിൽ. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് ടണലിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ടണൽ ഇങ്ങനെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ടൈഗർ കയറുകയാണ്, അതിൻ്റെ ബാക്കിൽ ട്രെയിൻ പോവാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര സൗണ്ടായിട്ട് കയറുകയാണ്. പുറത്തെത്തുന്ന സമയത്ത് ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ട്രെയിൻ അടുത്ത സ്റ്റേഷനിലെത്തി. അതിൻ്റെ എഞ്ചിൻ ഡ്രൈവർ ഇറങ്ങി ഇതൊക്കെ ആക്കാൻ നോക്കി നിൽക്കുന്ന സമയത്ത് അയാളൊന്ന് വെറുതെ പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് എന്ത് കാണാണ്ട് ആ ഒരു കൗ ഹെച്ചിൻ്റെ മുകളിൽ നമ്മുടെ ടൈഗറിൻ്റെ പകുതി ഭാഗം കൊടുത്തെടുക്കുന്ന കാണാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേഷനിൽ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷെ നമ്മളെ പ്രീവിയസ് സ്റ്റേഷൻ ലാസ്റ്റ് നമ്മുടെ ബാൽദിയുടെ സ്റ്റേഷനിലേക്ക് നമുക്ക് കാണാൻ അവിടെ പോകുന്ന സമയത്ത് ഒരു കുട്ടീൻ്റെ കരച്ചിലാണ് നമുക്ക് കേൾക്കുന്നത്. അതായത് അച്ഛനെ കാണാതെ ആര് തിരഞ്ഞു വന്ന്, ടെമ്പു തിരഞ്ഞു വന്ന്. അപ്പോൾ ടെമ്പു വരുന്ന സമയത്തൊന്ന് ആക്കണം, ആ കുട്ടി എന്താ കാണുന്നത്, അച്ഛൻ്റെ ഇങ്ങനെ ഷ്രെഡഡ് ബോഡിയാണ്. അങ്ങനെ ബോഡി ഇട്ടേച്ച് അവിടെ നിന്ന് പോകാൻ പറ്റില്ല, കാരണം കാട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ജക്കാൽസും ഹൈനാസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതൊക്കെ തിന്നാൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അച്ഛൻ്റെ ബോഡി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി എന്ത് ചെയ്യാണ്, ആ രാത്രി മൊത്തം നിൽക്കുകയാണ്. അങ്ങനെ രാവിലെ അടുത്ത വാച്ച്മാൻ വരുമ്പോഴാണ് ആ കുട്ടിക്കൊരു സമാധാനമാകുന്നത്. ഓക്കെ, പിന്നെ 2 ദിവസം എന്താണ്, കംപ്ലീറ്റ് ഗ്രീഫാണ് ടെമ്പുവിൻ്റെ ഫാമിലി ബാൽദിക്ക് വേണ്ടി നടത്തുന്നത്. പക്ഷേ ലൈഫ് ഹാസ് ടു മൂവ് ഓൺ അല്ലേ, ജീവിതം മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അതിൻ്റെ അടുത്ത ദിവസം 3ാമത്തെ രാത്രി നമുക്ക് കാണാം ബാൽദിയോൻ്റെ അതേ സ്റ്റേഷനിൽ നമ്മൾ ആര് നിൽക്കുകയാണ്, ടെമ്പു അച്ഛൻ്റെ ആ മഴവും പിടിച്ച് നിൽക്കുന്ന കാണാം. ആ മഴ എന്ന് പറയുമ്പോൾ ബാൽദിയോൻ്റെ ആ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ആരിലേക്ക് മാറി, ടെമ്പുവിലേക്ക് മാറി. ആ ഫാമിലീൻ്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി ഇസ് നൗ അപ്പോൺ ഹിസ് ഷോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ അതും പിടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ബാൽദിയോനെ പോലെ നമ്മൾ ടെമ്പുവിന് പേടിക്കാനൊന്നുമില്ല. ബാൽദി വാസ് നോട്ട് അഫ്രൈഡ്. ഓക്കെ, പേടിക്കാനൊന്നുമില്ല എന്ന് പറയുന്ന കാരണം വെച്ചാൽ ബാൽദി വാസ് കിൽഡ് ദിസ് ടൈഗർ അല്ലേ. ബാൽദിയാണ് വന്നത്, ബാൽദിയോൻ്റെ ഈ ഒരു എന്താണ് അറ്റാക്കാണ് അതിന് സിവിയറായി മാറിയത്, ചാവാനായിട്ടുള്ള ഇതായത്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ബാൽദി ഹു കിൽഡ് ദി ടൈഗർ. ഓക്കെ, അങ്ങനെ ഈ മഴവും പിടിച്ച് നമ്മുടെ ടെമ്പു നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ടൈഗർ ഇൻ ദ ടണൽ എൻഡ് ചെയ്യുന്നത്. അത്രയാണ് ടൈഗർ. അതിൽ നമുക്ക് ബാൽദിയോൻ്റെ ടെമ്പുവിന് റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ലൈക്ക് ഹൗ ആസ് എ ഫാദർ, ഹൗ വാസ് ലൈക്ക് ഹെഡ് ഓഫ് ദ ഫാമിലി ബാൽദി വാസ് റെസ്പോൺസിബിൾ എന്നുള്ളത് നോക്കണം. ഹി വാസ് ഓൾസോ റെസ്പോൺസിബിൾ ടുവേർഡ്സ് ഹിസ് ജോബ് അല്ലേ. ആ രാത്രിയാണെങ്കിലും എന്താണ് കുറച്ചും കൂടി ലൈക്ക് ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ സേഫ് ജോബ്. എന്നിട്ട് പോലും അദ്ദേഹം ദിവസം പണിക്ക് പോകുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഹി വാസ് റെസ്പോൺസിബിൾ. ആൻഡ് ഓൾസോ ദ യങ് ബോയ് ടെമ്പു അച്ഛനെ നാട്ടിൽ കമ്പനി ചെയ്യുന്നുണ്ട്, അച്ഛൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആൻഡ് ലേറ്റർ ഓൺ ആഫ്റ്റർ ദ ഡെത്ത് ഹി ടേക്സ് ഓവർ ദ ജോബ് ഓഫ് ഹിസ് ഫാദർ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഡു കീപ്പ് ഇൻ മൈൻഡ് ഹൗ both of these people were responsible, and also the wild animals mentioned in the whole chapter. Okay, അല്ലാതെ സ്റ്റോറീൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ പ്രാവശ്യം ടെക്സ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ദ റോഡ് നോട്ട് ടേക്കൺ, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോം.
ഓക്കെ, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോമായിട്ടുള്ള റോഡ് നോട്ട് ടേക്കണാണ് അടുത്തത് വരുന്നത്. ഇതിൽ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നത് റോഡ് എന്നുള്ളത് നമ്മുടെ എന്താ പറയുന്നത് ലൈഫിലെ ചോയ്സസ് ആണ് പറയുന്നത്. 2 റോഡ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലൈഫിലെ ചോയ്സസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ എടുക്കാതെ പോയ റോഡിനെ കുറിച്ചിട്ടാണ് ആര് പറയുന്നത്, നമ്മളെ റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് 2 റോഡ്സ് ഡൈവേഴ്സ്ഡ് ഇൻ യെല്ലോ വുഡ് എന്നാണ്. യെല്ലോ വുഡ് എന്ന് പറയുമ്പോൾ ഓട്ടം സീസണാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്, അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീസ് ദ ട്രാവലർ ഹിയർ. ഓക്കെ, ട്രാവലർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡൈവേഴ്സ്ഡായി, ഡിവൈഡായി, സെപ്പറേറ്റഡായി എന്താവുകയാണ്. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തു, അടുത്ത ഒരു റോഡ് സെപ്പറേറ്റ് ആയിട്ട് 2ആയി മാറി. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ യെല്ലോ വുഡ്. ഓക്കെ, യെല്ലോ വുഡ് എന്ന് ഓട്ടം സീസണാണ്. അങ്ങനെ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് താൻ തനിച്ചാണ്, ഒറ്റയ്ക്കാണുള്ളത്. സോ ഹി കാൻ മേക്ക് എ ഡിസിഷൻ, ലൈക്ക് പെട്ടെന്ന് തന്നെ ചാടി കയറിയ ഡിസിഷനൊന്നും എടുക്കാൻ പറ്റില്ല. സോ എന്താണ്, 2 റോഡിലേക്ക് ഏന്തി നോക്കുകയാണ്. 2 റോഡ് അണ്ടർ ഗ്രോത്തിലേക്ക്, അണ്ടർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുഷസ് എന്തൊക്കെ വളർന്നു നിൽക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റോഡ് മറയുന്നവരെ നോക്കുകയാണ്, ഏതാണെന്ന് തിരിച്ചെടുക്കാൻ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഹി ചോസസ് ദ അതർ വൺ, ദാറ്റ് സെക്കൻഡ് റോഡാണ് ആരെടുക്കുന്നത്, നമ്മുടെ ഫ്രോസ്റ്റ് എടുക്കുന്നത്, റോബർട്ട് ഫ്രോസ്റ്റ് എടുക്കുന്നത്. ആൻഡ് വൈ ഇസ് ബിക്കോസ് അദ്ദേഹം പറയാണ് ഇറ്റ് വാസ് വോണ്ടഡ് വെയർ, ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വോണ്ടഡ് വെയർ, ഇറ്റ് വാസ് അൺയൂസ്ഡ് ആൻഡ് ഹാഡ് ടു ബി എന്താണ്, ആരെങ്കിലും തന്നിലൂടെ സഞ്ചരിക്കണം എന്ന പാത പറയുന്നത് പോലെയാണ് ആർക്ക് തോന്നുന്നത്, നമ്മുടെ ഫ്രോസ്റ്റിന് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ 2ാമത്തെ റോഡ് എടുക്കുന്നത്. അധികം ആളുകൾ ഇതിലൂടെ സഞ്ചരിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നത് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വഴിയിലൂടെയും ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ആ ഒരു ദിവസം നോക്കുന്ന സമയത്ത് 2 റോഡ് ഒരേപോലെയാണ്. ആ ഒരു ദിവസം രാവിലെ കിടന്നിരുന്നത്. 2ലും നോ ലീവ്സ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്. ട്രോഡ് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ് ഓവർ, ചവിട്ടി മെതിച്ച് നടന്നാലാണ് നമുക്കറിയാം ഇലകളുടെ നിറം മാറുന്നത്, കറുപ്പാകുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ എന്താണ്, ലീവ്സ് ഒന്നും എന്തായിട്ടില്ല, ട്രോഡൻ ബ്ലാക്ക്, ചവിട്ടി മെതിച്ച് കറുപ്പായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് അദ്ദേഹം പറയാണ് ഈവൻ ദോ ഹീ ഡിസൈഡഡ് ടു ഓപ്റ്റ് ഫോർ ദ സെക്കൻഡ് വൺ, ഹി സ്റ്റിൽ വിഷസ് ടു നോ വാട്ട് ലേ ഹെഡ് ഓഫ് ഇൻ ദ ലൈക്ക് ഫസ്റ്റ് വൺ. 1ാമത്തെ റോഡിൽ എന്തായിരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രോസ്റ്റ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആസ് എൻ 2ാമത്തെ റോഡ് എടുത്തെങ്കിൽ ഹി വോണ്ടഡ് ടു നോ വാട്ട് ഈസ് ദെയർ ഇൻ ദ ഫസ്റ്റ് റോഡ്. അതാണ് പറയുന്നത് റോഡ് നോട്ട് ടേക്കൺ. നമ്മൾ ലൈഫിൽ നമുക്ക് 2 ചോയ്സസ് കിട്ടുകയാണ്. നമ്മൾ ഒരു ചോയ്സ് ഒന്നിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന സാധനമില്ല, ആ വേണ്ടാന്ന് വെക്കുന്ന സാധനത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ആര് പറയുന്നത്, ആ ഒരു ചോയ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ് ഹി നോ ദാറ്റ് ഈവൻ ദോ ഹി വിഷസ് ടു കം ബാക്ക് വൺ ഡേ ആൻഡ് ടു ട്രാവൽ ബൈ ദ ഫസ്റ്റ് റോഡ്, അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം എന്ത് സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ പിന്നെ അദ്ദേഹം പറയുന്നത് സംവെയർ ഏജസ് ആൻഡ് ഏജസ് ഹെൻസ് എന്ന് അദ്ദേഹം പറയുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞേക്കാം, ഐ ഷാൽ ടെൽ വിത്ത് ദിസ് സൈ എന്നുള്ളത് അവിടെ റിഗ്രറ്റാണ് കാണിക്കുന്നത്. എന്തിനുള്ള റിഗ്രറ്റാണ്, താൻ എടുത്ത തീരുമാനം തെറ്റി എന്നുള്ള റിഗ്രറ്റ് അല്ല, മറിച്ച് തനിക്ക് ആദ്യത്തിലൂടെ പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ്. അപ്പോൾ അതുകൊണ്ട് പറയാം കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ അങ്ങനെ ഒരു സൈയോട് കൂടെ പറഞ്ഞേക്കാം, ഞാൻ എന്ത് ചെയ്തു, ഞാൻ നടക്കുമ്പോൾ റോഡ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ഞാൻ അതിൽ എന്ത് ചെയ്തു, ലെസ് ട്രാവൽഡ് വൺ, അധികം ആരും സഞ്ചരിക്കാത്തെടുത്തു. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. എല്ലാ മാറ്റങ്ങൾക്ക് കാരണം എന്താ, അതാണ് എല്ലാ ചേഞ്ചിനും കാരണമായത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനമാണ്. ഏത് തീരുമാനം, ഏത് ഡിസിഷൻ, സെക്കൻഡ് റോഡ് സെലക്ട് ചെയ്യാന്നുള്ളത് ഡിസിഷനാണ്. അപ്പം ഈ ഒരു ഇത് പറഞ്ഞിട്ടാണ്, അതായത് നമ്മൾ എടുക്കാതെ പോയ ചോയ്സസിനെ കുറിച്ചിട്ടാണ് ആര് പറയുന്നത്, ഈ ഒരു പോയത്തിലൂടെ റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആ സൈ എന്നുള്ളത് നോക്കണം, പിന്നെ ഏത് റോഡ് സെലക്ട് ചെയ്തു, വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ നോക്കേണ്ടത്, റോഡ് നോട്ട് ടേക്കണിൽ നോക്കേണ്ടത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കംസ് ദ സ്റ്റോറി ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് വിച്ച് ഇസ് ഓഫ് 2 sisters. പിന്നെയാണ് നമ്മുടെ ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് വരുന്നത്, വിച്ച് ഇസ് ദ 16th one. ഓക്കെ, അതിലാണ് നമുക്ക് ആരാധനൻ്റെയും സിമ്മിൻ്റെതും ഉള്ളത്. ആരാധന ഇസ് എ ഡാൻസർ ഹിയർ ഇൻ ദ സ്റ്റോറി ആൻഡ് സിമ്മി ഈസ് ദ സിസ്റ്റർ ഹൂ എൻകറേജസ് ദ യങ്ങർ വൺ. തൻ്റെ ആരാധനയെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്യുന്ന ഒരു സിസ്റ്ററായിട്ടാണ് നമുക്ക് സിമ്മിനെ കാണുന്നത്. ആൻഡ് ഇൻ ദിസ് സ്റ്റോറി വി ക്യാൻ സീ ദാറ്റ് ഇവരെന്താണ് കമലാദേവി ഡാൻസ് സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ആനുവൽ ഡാൻസ് ഷോ ആണ്. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ ഫസ്റ്റത്തെ പരിപാടി ആരുടെ വകയാണ്, ആരാധനയുടെ വകയാണ്. ആൻഡ് ഷീ ഈസ് ഓൾ ഡോൾഡ് അപ്പ് നൗ for her performance. അങ്ങനെ ആ സമയത്താണ് we can see that the mother and all is very happy for the achievement that is made by her daughter. അതായത് ആരാധനൻ്റെ ആ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര പ്രൗഡായിട്ടുള്ള മദറിനെ ഒക്കെ നമുക്ക് കാണാം. ആൻഡ് ഷീ ഓൾസോ ടെൽസ് ദാറ്റ് ദേ ഹാവ് പ്രിപ്പയർഡ് എ ഗിഫ്റ്റ് ഫോർ ദിസ് ഡോട്ടർ, ദാറ്റ് ഇസ് ആരാധനയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഷീ ഹാസ് സിമ്മി ടു ഗോ ആൻഡ് ഗെറ്റ് ദാറ്റ് ഫ്രം ദ ഫാദർ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് വേറെ 2 ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ദാദിമാനെയും ആൻപ്രമീലേനെയും കാണുന്നത്. ആൻഡ് ആൻപ്രമീല ഇസ് ലീസ്റ്റ് ലൈക്ഡ് ബൈ ദീസ് സിസ്റ്റേഴ്സ്. ഓക്കെ, ആൻഡ് ആൻപ്രമീല മേക്സ് സർട്ടൻ കമൻറ്റ്സ് ഓൺ ദ സ്കിൻ കളർ ഓഫ് ദിസ് ആരാധന സ്കിൻ നിറത്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അവൾ കുറച്ചും കൂടി ഡാർക്കാണ് കമ്പയർഡ് ടു സിമ്മി. ആൻഡ് ആരാധന നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ കാണാൻ ചാപ്റ്ററിൻ്റെ ഷീ ഈസ് വെരി ഇൻസെക്യൂർ അബൌട്ട് ഹെർ കളർ. ഓക്കെ, കമ്പയർഡ് ടു ദിസ് സിമ്മി ഷീ ഈസ്
മച്ച് ഡാർക്ക്. സിമ്മി കുറച്ചും കൂടി ഫെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാധനയ്ക്ക് എപ്പോഴും ആ ഒരു കളറിൻ്റെ പേരിൽ എപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആണ് ആരെന്ന് പറയുന്നത് ആരാധന. വേറെ സിമ്മി ന്യൂ ദാറ്റ് ഷീസ് ഫെയർ ബട്ട് ഷീ നോ ദാറ്റ് ആരാധന ഇസ് മച്ച് മോർ ടാലൻറ്റഡ് ആൻഡ് മച്ച് മോർ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ആർക്കറിയാം, സിമ്മിക്കറിയാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരാധന ഇസ് ഓൾവേസ് ബോതേർഡ് അബൌട്ട് ദ കളർ ഓഫ് ഹർ സ്കിൻ. അതിനകത്ത് അതേ ആ ഒരു ഇതിലാണ് പ്രമീളാൻ്റെയും പറയുന്നത്. എന്താണ്, ആരാധന കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഭയങ്കര സ്കിന്നി ആയിരുന്നു, മെലിഞ്ഞ് കറുത്ത് മെലിഞ്ഞ് ഉണങ്ങിയിട്ടായിരുന്നു എന്നൊക്കെ ഒരു കമൻ്റൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹേർട്സ് ആരാധന, ഭയങ്കര സങ്കടമാകുന്നുണ്ട് ആരാധനയ്ക്ക് കേട്ട സമയത്ത്. ആൻഡ് ഈ ഒരു ഗിഫ്റ്റ് എടുക്കാൻ, ഗിഫ്റ്റിൻ്റെ മെൻഷൻ ചെയ്ത് ഈ ഗിഫ്റ്റ് എടുക്കാൻ അമ്മ തന്നെയാണ് പോകുന്നത്. അമ്മ തന്നെ എടുക്കാൻ പോകുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് അവരുടെ ഇടയിൽ കുറച്ച് അങ്ങോട്ട് സംസാരമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഗ്രാൻഡ് മദറിനോട് പ്രമീളാൻ്റി സംസാരിക്കുന്നവർ ശ്രദ്ധിക്കുകയാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്, എന്താണ്, ഞാൻ സുനിതനോട് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയാനുള്ളൂ, ഈ അടുത്തുകൂടി പറഞ്ഞതേ ഉള്ളൂ ആരാധന സത്യം അറിയണമെന്ന്. അതായത് അവൾ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്നുള്ള സത്യം ആരാധന അറിയണം, ആരാധനയോട് അത് പറയണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നുള്ളത് അവർ രണ്ടാളും സംസാരിക്കുന്നത് സിമ്മിയും ആരാധനയും കേൾക്കുകയാണ്. ആൻഡ് ഇറ്റ് ഇസ് ദാറ്റ് പീരീഡ് ഇറ്റ് ഇസ് റിവീൽ ദാറ്റ് ആക്ച്വലി ആരാധന വാസ് നോട്ട് ദി ബയോളജിക്കൽ ചൈൽഡ്, അവർ അഡോപ്റ്റഡ് ആണ്. പക്ഷേ ആ ഒരു ഇതെന്ന് പറയുന്നത് ആരാധനയ്ക്ക് മാത്രമല്ല സിമ്മിക്ക് ഷോക്കാണ്. കാരണം അവളും അവയർഡ് ആയിരുന്നില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, സിമ്മിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആരാധന കംപ്ലീറ്റ് ആ ഒരു ഷോക്ക്ഡായിട്ട് മാറുകയാണ്. അത്ര വിളിച്ചിട്ടൊന്നും നമുക്ക് ഇതാവുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യാണ്, സിമ്മി പേടിക്കുകയാണ്. അങ്ങനെ ദാദിമയൊക്കെ വന്ന് നോക്കിയിട്ടും ആരാധന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്, എനിക്ക് സത്യം അറിയണം, എന്നോട് സത്യം പറയുന്നൊക്കെയാണ് പറയുന്നത്. ഈ സമയം കൊണ്ട് സിമ്മി ഓടി അമ്മേനെ വിളിക്കാൻ പോവുകയാണ്. അങ്ങനെ അമ്മേനെ കൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആരാധന ആ ഒരു ഗ്രീൻ റൂമിൽ കാണാൻ പറ്റുന്നില്ല. അമ്മ അപ്പോൾ സുനിതയായിട്ടുള്ള, അതായത് അമ്മയാണ് സുനിത, പ്രമീളാൻ്റിനോട് പറയണത് നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയത് ഈ ഒരു മൊമെൻറ്റിൽ, ഈ ഒരു ഒക്കേഷനിൽ അവളോട് എങ്ങനെ പറയാൻ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്മിനും കൂട്ടിയിട്ട് അമ്മ ആരാധന തരാൻ പോവാണ്. ആൻഡ് വെൻ ദേ സർപ്രൈസ് ഡേ, അപ്പോൾ ലൈക്ക് രണ്ട് വഴിക്ക് പോകുന്ന സമയത്ത് കരച്ചിൽ കേൾക്കുന്ന സമയത്ത് സിമ്മിക്ക് മനസ്സിലാവാണ് ആരാധനേനെ അമ്മയ്ക്ക് കിട്ടിയെന്നുള്ളത്. അങ്ങനെ അവിടുന്ന് കുറച്ച് എന്താ പറയുന്നത്, അവർ രണ്ടാളും സംസാരിക്കുകയാണ്, കൺഫ്രണ്ട് ചെയ്യുകയാണ്. ലൈക്ക് അമ്മ പറയുന്നുണ്ട് അവളോട്, എന്താണ്, ഇന്നത്തെ ഒരു ദിവസം കൊണ്ടൊന്നും മാറിയിട്ടില്ല, ആസ് ഇൻ ഇതുവരെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും. ലൈക്ക് 18 വർഷം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം തന്നു, അതായത് നിന്നോടൊപ്പം ചിരിക്കുകയും നിനക്ക് വേണ്ടി കരയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതല്ലേ 9 മാസം നിൻ്റെ മുമ്പിൽ ചുമക്കുന്നതിനേക്കാളും നല്ല ഇത് എന്നൊക്കെ ആര് ചോദിക്കുകയാണ്, അമ്മ ചോദിക്കുകയാണ്. എന്ന് ചോദിക്കാൻ നിനക്ക് എൻ്റെ ഇഷ്ടം നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്. ആൻഡ് ഷീ ഹാൻഡ്സ് ഓവർ ദ ഗിഫ്റ്റ്. ഓക്കെ, അതൊരു ഒരു നെക്ലേസ് ആയിരുന്നു, ഡെലിക്കേറ്റ് നെക്ലേസ് ആയിരുന്നുണ്ടായിരുന്നത്. അത് കൊടുക്കുകയാണ് ആർക്ക്, എന്നിട്ട് ആരാധനയോട് പറയുന്നുണ്ട് ഇത് ഒരു വേ ആണ്, ഞങ്ങളുടെ ഇഷ്ടം നിന്നോട് കാണിക്കാനുള്ള ഒരു വേ ആണിത് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഇത് കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ വളർത്തിയ എൻ്റെ മകളാണെങ്കിൽ നീ ഇതിട്ടിട്ട് എന്ത് ചെയ്യണം, സ്റ്റേജിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അമ്മ തിരിച്ച് നടക്കുകയാണ്. ആൻഡ് ദ വേ ഷീ വോക്സ് ആൻഡ് ഓൾ ദ വേ ദ ഷോൾഡേഴ്സ് ട്രംബിൾ, നമുക്ക് മനസ്സിലാവുന്നത് അമ്മ കരയുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് അമ്മ പറയുന്നുണ്ട് സിമ്മിനോട്, ഇതിൽ കൂടുതൽ എനിക്ക് അവളെ സഹായിക്കാൻ പറ്റില്ല, അവൾ സത്യം തിരിച്ചറിയണം. ലൈക്ക് ഷീ ഹാസ് ടു നോ നത്തിങ് ഹാസ് ചേഞ്ച് ടുഡേ, ഇനി അങ്ങോട്ട് മാറില്ല എന്ന് നമുക്ക് അറിയണം, അവൾ അറിയണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ഈ സമയത്ത് അമ്മ വന്നിട്ട് സ്റ്റേജിൽ, മീൻസ് നോട്ട് ഓൺ ദ സ്റ്റേജ് ബട്ട് ആ ഫ്രണ്ട് സീറ്റിലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അച്ഛൻ അവരോട് ചോദിക്കുന്നുണ്ട് അവളെ നെക്ലേസ് അവൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല ആര്, നമ്മുടെ സിമ്മിയും അമ്മയൊന്നും. അമ്മയാണെങ്കിൽ ആ സീറ്റിലേക്ക് ഇങ്ങനെ അമർന്നിരുന്നിട്ട് ആ സീറ്റ് അമ്മ നന്നായിട്ട് സോൾവ് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഷീ ഈസ് വെരി ഹേർട്ട്, മേ ബി അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണുള്ളത്. അങ്ങനെ അച്ഛനും അപ്പം തന്നെ അമ്മൻ്റെ സൈലൻസിൽ നിന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമുണ്ടോ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നൊന്നും അമ്മ ഒന്നും പറയുന്നൊന്നുമില്ല. അങ്ങനെ അനൗൺസ്മെൻറ്റ് ആരാധനയ്ക്ക് വേണ്ടി നടക്കുകയാണ്. പക്ഷേ അവൾ വരുന്നില്ല, അപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ആളുകളൊക്കെ ഭയങ്കര ഇതാവാൻ തുടങ്ങും, മൂമേഴ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് അവിടെ. അങ്ങനെ വീണ്ടും അവൾക്ക് വേണ്ടി അനൗൺസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്. ആൻഡ് അവളുടെ ചിലങ്ങൻ്റെ ശബ്ദം കേൾക്കുകയാണ്, ഫെയിൻ്റായിട്ട് ഇങ്ങനെ പിന്നെ അടുത്ത് വരുന്നോറും കൂടി വരുന്ന രീതിയിലേക്കാണ്. അപ്പോൾ അവൾ ആകെ പെയിലായിട്ട് അതായിട്ടൊക്കെയാണ് ഉള്ളത്. അങ്ങനെ അവൾ എന്ത് ചെയ്യണം, സ്റ്റേജിലെത്തിയിട്ട് എന്താണ്, നമ്മൾ ഹൗ ദ ക്ലാസിക്കൽ ഡാൻസേഴ്സ് ഡു ദി തിങ്. അപ്പോൾ എന്താണ്, അവളുടെ ഹാൻഡ്സൊക്കെ ഫോൾഡ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് വി ക്യാൻ സീ ദ നെക്ലേസ് വിച്ച് വാസ് ഗിഫ്റ്റഡ് ടു ഹർ ബൈ ഹർ പാരൻസ്. അവർ കൊടുത്ത നെക്ലേസ് അവളുടെ കഴുത്തിലുള്ളത് നമുക്ക് കാണാം. അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ കാര്യം. അങ്ങനെ ആരാധന ഡാൻസ് ചെയ്യണം. അങ്ങനെ ഡാൻസ് ചെയ്തു ആരാധന. അവളെ കാണാൻ വേണ്ടി വന്ന ഓഡിയൻസിനോ അവളുടെ ഇതിന് വേണ്ടിയിട്ടല്ല, അവളുടെ ഓരോ സ്റ്റെപ്പുകളും നോക്കി നിന്ന് അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൾ ഡാൻസ് ചെയ്തു. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറയുന്നത്. യു ജസ്റ്റ് ഹാവ് ടു റീഡ് ദ ഹോൾ ചാപ്റ്റർ ആൻഡ് ന്യൂ വിച്ച് ക്യാരക്ടേഴ്സ് സെഡ് വാട്ട് എന്നുള്ളതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഏത് ക്യാരക്ടേഴ്സ് എന്ത് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, എന്ത് ചെയ്തു എന്നുള്ളതാണ് ഐ മസ്റ്റ് നോ ദ ട്രൂത്തിൽ നിങ്ങൾ നോക്കേണ്ടത്.
And after that we have the speech of Jawaharlal Nehru, India, her past and future എന്ന് പറഞ്ഞിട്ടുള്ള സ്പീച്ചാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. അടുത്തതായിട്ടുള്ള ദാറ്റ് ഈസ് ദ 17th വൺ ആയിട്ട് നമുക്ക് വരുന്നത്. ഈ ഒരു സ്പീച്ചിൽ നെഹ്റു ഇൻ ദ ഫസ്റ്റ് സെക്ഷൻ സ്പീക്സ് ഓഫ് ദ ഗ്ലോറിഫൈങ് പാസ്റ്റ് ഓഫ് അവർ കൺട്രി. ലൈക്ക് നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പ്, ബ്രിട്ടീഷുകാർ വന്നതല്ല നമ്മളെ ഹിസ്റ്ററി, നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ മുന്നേ നമുക്കുണ്ട് അല്ലേ, ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള പാസ്റ്റ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുകയാണ് നമ്മളത് ഭയങ്കര വിഗ്രൻ്റ് ആയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ആളുകളായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു പാസ്റ്റ് നമ്മൾ വായിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് വായിക്കുന്ന സമയത്ത് നമ്മളുടെ നമ്മൾ അതിശയിപ്പിക്കാൻ തരത്തിലുള്ള അത്രയും അടിപൊളിയായിട്ടുള്ള ഹിസ്റ്ററിയാണ് നമുക്കുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഭയങ്കര വിഗ്രൻ്റ് ആൻഡ് വിഗ്രസ് റേസാണ് നമുക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. എപ്പോഴും അവരിൽ എന്താണ് ഒരു ക്വസ്റ്റനിങ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു, എനർജി ഫോർ എൻക്വയറി, അങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു. എപ്പോഴും ദേ വർ സെർച്ചിങ് ഫോർ ദ അൾട്ടിമേറ്റ് ട്രൂത്ത് ആൻഡ് അവരുടെ ആ ഒരു യൂണിവേഴ്സ്, ആ ഒരു രീതിയിലേക്കായിരുന്നു അവരുണ്ടായിരുന്നത്. അങ്ങനെയുള്ള സമയത്ത് പിന്നീട് പതിയെ അവസ്ഥ ഡിറ്റീരിയറേറ്റ് ചെയ്യാണ്, മോശമാവാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് പതിയെ മോശമായി മാറുകയാണ്. ആളുകളുടെ ചിന്തകളൊക്കെ കൺഫൈൻഡായി മാറി. അതായത് ഇതിൽ ഒതുങ്ങിക്കൂടി, ജാതി മത നിലയിലേക്ക് അവരുടെ ഒതുങ്ങിക്കൂടി. അതായത് ഫ്രഷ് തോട്ട്സിന് പകരം ചിന്തകളൊക്കെ പഴകിയതായി മാറാൻ തുടങ്ങി. പിന്നെന്താണ് അഡ്വഞ്ചറസ് സ്പിരിറ്റിന് പകരം ആളുകളുടെതൊക്കെ ഇങ്ങനെ ജാതി മതത്തിലേക്കൊക്കെ ഒതുങ്ങി, അങ്ങനെ അതായി. പക്ഷെ എന്നാലും ഈ ഒരു അവസ്ഥയിൽ ക്രാബ്ഡ് എന്നാണ് പറയുന്നത്, ബാഡ് ടെമ്പേർഡ് ഏജിലേക്കായി മാറി. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഇന്ത്യനെ പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ആ ഒരു എന്താണ് മാസ് ഓഫ് പീപ്പിളിനെ ഉൾക്കൊള്ളാനുള്ളത്, ആ ഒരു ചെയ്യാനുള്ള ഒരു കഴിവാണ് ആ ഒരു സിറ്റുവേഷനിലും ഇന്ത്യനെ പിടിച്ചു നിർത്തിയെന്നാണ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇൻവേഷൻ നടക്കുകയാണ്, ഇസ്ലാം മുസ്ലിം ഇൻവേഷൻ വന്നു. അതിനു ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്, ബ്രിട്ടീഷുകാർ വരുന്നത്. ബ്രിട്ടീഷുകാർ വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, അവരൊരു ന്യൂ ടൈപ്പ് ഓഫ് ഡോമിനേഷൻ കൊണ്ടുവരുന്നത് അല്ലേ. അതുവരെ നമ്മൾ കാണാത്ത, അതിനു മുമ്പേ നമ്മുടെ രാജ്യത്തേക്ക് എത്ര ഇത് നടന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ഒരു സംഭവം അവിടെ അതിന് മുമ്പ് നടന്നിട്ടില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ ഒരു ന്യൂ ടൈപ്പ് ഓഫ് ഡോമിനേഷൻ കൊണ്ടുവരുന്നു. ഇവിടെ നമ്മുടെ രാജ്യം ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ ഭയങ്കര ഇതാവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം എത്രയോ നീണ്ട വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എന്ത് കിട്ടുകയാണ്, ഫ്രീഡം കിട്ടുകയാണ്. അങ്ങനെ അതുവരെയാണ് ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത്. പിന്നീടുള്ള സെക്ഷനിൽ നമുക്ക് കിട്ടി ഫ്രീഡം കിട്ടി കഴിഞ്ഞാൽ പീപ്പിൾ വർ കൺഫ്യൂസ്ഡ്, ലൈക്ക് ദിയർ ഡ്രീംസ് വർ കൺഫ്യൂസ്ഡ്, ഏത് എന്നുള്ളത്. അതായത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ട് വഴിയിൽ നിന്ന് നമ്മൾ വലിക്കുന്ന പോലെ, അതായത് നമ്മൾ മുന്നോട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പാസ്റ്റ് നമ്മൾ പിടിച്ച് വലിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പാസ്റ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പാടെ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല അല്ലേ. പാടെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകുക പറഞ്ഞാൽ ഒരു സാപ്ലിങ്, ഒരു തൈനെ നമ്മൾ ഒന്നായിട്ട് അപ്രൂട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും എന്നാണ് നെഹ്റു പറയുന്നത്. അതായത് പാസ്റ്റ് നമുക്ക് നല്ല കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ ഫൗണ്ടേഷൻ, ഒരു അടിത്തറയായിട്ട് വെച്ചിട്ട് വേണം നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടാക്കേണ്ടതെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ നെഹ്റു പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് ഗാന്ധിനെ കൊണ്ടുവരുന്നുണ്ട്. ഗാന്ധിൻ്റെ നമുക്ക് കാര്യങ്ങൾ അറിയാം. ലൈക്ക് അദ്ദേഹം എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ നല്ല പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ വെക്കുകയും ബാക്കി എല്ലാത്തിനെയും വേണ്ടെന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ആര് പറയുന്നത്, നെഹ്റു പറയുന്നത്. ആൻഡ് ഹീ സേസ് ദാറ്റ് എന്താണ് പീപ്പിൾ എന്തായാലും ഡെമോക്രാറ്റിക് കൺട്രിക്ക് വേണ്ടിയിട്ടായിരിക്കും നിൽക്കേണ്ടത്, അല്ലാതെ ഈ ജാതി മതം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊന്നും അന്ധവിശ്വാസങ്ങളൊന്നും വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസ് വോണ്ട് ഹാപ്പൻ ഇൻ എ കൺട്രി. സയൻസ് ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ അന്ധവിശ്വാസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഒന്നും പുരോഗമിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ള ഒരു രാജ്യം വേണം, അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ ആയിരിക്കണം എന്ന് അദ്ദേഹം വിഷൻ ചെയ്തിട്ടാണ് പറയുന്നത്. ലൈക്ക് വി നോ ദേ ഇൻട്രൊഡ്യൂസ് മെനി പ്ലാൻസ് ലൈക്ക് 5 year പ്ലാൻസ്, തിങ്സ് ലൈക്ക് ദാറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നെഹ്റു ഈ ഒരു സ്പീച്ച് ഉണ്ടെക്കുന്നത്. സോ കീപ്പ് ഇൻ മൈൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പ്രീ ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് എങ്ങനെയുള്ള ആളുകളായിരുന്നു, പിന്നീട് എന്ത് സംഭവിച്ചു, എന്നിട്ടാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം എങ്ങനെ വന്നു, പിന്നെ ആ ഒരു പീരീഡ് കൾമിനേറ്റ് ചെയ്യാണ്, എൻഡ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടി, ഫ്രീഡം കിട്ടിയതിന് ശേഷം ഹൗ പീപ്പിൾ വർ കൺഫ്യൂസ്ഡ്, എന്നിട്ട് അവർ എന്തൊക്കെ ചെയ്തു, എങ്ങനെ ആയിരിക്കണം, ഫൗണ്ടേഷൻ എന്തായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യ ഹർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് കംസ് ദ പോം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ വിച്ച് ഇസ് റിട്ടൺ ബൈ നസീം എസേക്കിയൽ ഹു ഇസ് എ പാസി റൈറ്റ്. ഓക്കെ, നസീം എസേക്കിയലിൻ്റെതാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഇതിൽ ഹീ സ്പീക്സ് അബൌട്ട് an incident which happened in his childhood where his mother was stung by a scorpion. എന്ത് സംഭവിച്ചാൽ അവർ റൂറൽ ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് അന്ന് 10 hours ഓഫ് റെയിൻ, 10 മണിക്കൂറായിട്ട് നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ എന്തോ ഒരു അഭയം പ്രാപിക്കാൻ എന്ന രീതിയിൽ എന്താണ് ഒരു സ്കോർപ്പിയോൺ അവരുടെ വീട്ടിൽ കയറി വരികയും
രാത്രി ഏതിനാൽ അമ്മ അത് കാണാതിരിക്കുകയാവാം. അമ്മേൻ്റെ കാലിന് എന്ത് കുത്താണ്? സ്കോർപ്പിയൻ കുത്തിയാണ്. അവന് സ്കോർപ്പിയൻ കുത്തി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമോ സ്കോർപ്പിയാണ്? ഇല്ല, അതോടി രക്ഷപ്പെടും, പുറത്തേക്ക് പോകും. അങ്ങനെ സ്കോർപ്പിയൻ കുത്തിയത് അറിഞ്ഞിട്ട് അമ്മ ആകെ പെയിൻ്റായി എല്ലാവരും കാണാൻ വരികയാണ്. അങ്ങനെ കാണാൻ വരുന്ന സമയത്ത് നമുക്ക് കാണാം ഈ സ്കോർപ്പിയൻ ഹീ എന്ന് പറയുന്നത് ലൈക്ക് ഡെവിലിൻ്റെ ആ ഒരു ഇതായിട്ടാണ് നമ്മൾ അന്തിരെ കൊടുത്തിരിക്കുന്നത്, സ്കോർപ്പിയനെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ആളുകളൊക്കെ വരികയാണ്. ആളുകൾ പെസൻസ് കെയിം ലൈക്ക് സ്വാം ഓഫ് ഫ്ലൈസ് എന്നാണ് പറയുന്നത്. സ്വാം ഓഫ് ഫ്ലൈസ് സ്വാം എന്ന് പറയുന്നത് കളക്റ്റീവാണ്, പാറ്റകളുടെ കൂട്ടം എന്ന് പറയുന്നത്. അതുപോലെയാണ് പെസൻസ് വന്നിരിക്കുന്നതാണ്, സിമിലിയാണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ പോലെ വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരെ പോലെ വന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്? ദൈവത്തിൻ്റെ പേര് 100 പ്രാവശ്യം പറയണം. എന്തിനാണ് ദൈവത്തിൻ്റെ പേര് 100 പ്രാവശ്യം പറയുന്നത്? ലൈക്ക് ടു ദം, അക്കോർഡിംഗ് ടു ദം, ഇവർ 100 പ്രാവശ്യം പേര് പറഞ്ഞാൽ സ്കോർപ്പിയോൺ പാരലൈസ്ഡ് ആവും. പാരലൈസ്ഡ് ആയി പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റാത്ത. അങ്ങനെ കാരണം ഇവരുടെ ഇതിൽ സ്കോർപ്പിയോൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അമ്മേൻ്റെ ശരീരത്തിൽ ഈ വിഷം സ്പ്രെഡ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? 100 പ്രാവശ്യം ദൈവത്തിൻ്റെ നെയിം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂപ്പർസ്റ്റീഷൻ അവർ അന്ധവിശ്വാസമാണ് കാണിക്കുന്നതൊക്കെ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഷോസ് ദ കൺസേൺ. ലൈക്ക് കൺസേൺ എന്ന് പറയുമ്പോൾ നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കരുത്, നമ്മൾ ഫർദറായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അമ്മേൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഇങ്ങനെ കുറേ പ്രാർത്ഥന പറയുന്നുണ്ട്. അതിൽ പ്രാർത്ഥന പറയുന്നത് ഇത് സം ഓഫ് ഈവിൽ ബാലൻസ്ഡ് ഇൻ ദിസ് അൺറിയൽ വേൾഡ് എന്നൊക്കെ പറയുന്നത്. അതായത് ഈ ഒരു ഇതിൽ നീ ചെയ്ത് എന്തെങ്കിലും, അതായത് നമുക്കറിയാം ഇവിടെയും നല്ലതും ചീത്തയും ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ ഒരു ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെഡി ആവട്ടെ. അങ്ങനെ കുറേ പ്രാർത്ഥനകളാണ് ആര് നടത്തുന്നത്? ഈ വന്നിരിക്കുന്ന ആളുകൾ നടക്കുന്നത്. ഇതൊക്കെ അവർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മേൻ്റെ ഇതാക്കാൻ വേണ്ടി. പക്ഷെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പോയത്തിൽ അത് പറയുന്നില്ലെങ്കിലും this writer speaks about the whole thing which was done by this peasants for their mother, okay, for his mother. അതുപോലെ തന്നെ അവൻ പറയുന്നുണ്ട് ഇവരുടെ ആളുകളുടെയൊക്കെ നിഴൽ അവർ കാൻഡിൽസ് ആൻഡ് ലാൻഡേൺസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകളുടെ നിഴലൊക്കെ ഇതൊക്കെ കൂടിയായിട്ട് ജോയിൻറ്റ് സ്കോർപ്പിയോൺ ഷാഡോ പോലെ മതിലിൻ്റെ മുകളിൽ പതിയുന്നുണ്ട്. അപ്പോൾ അത് അതായത് ഈ ആളുകളൊക്കെ കൂടി എന്താണ് ജയൻറ്റ് സ്കോർപ്പിയോൺ ഷാഡോ പോലെ വന്നെന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇവർ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ആ മാറ്റിൽ കിടന്നിട്ട് ഇങ്ങനെ പെയിനിൽ ഇങ്ങനെ ഇതാക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഈ സമയത്തൊക്കെ അച്ഛൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അച്ഛൻ വാസ് കൈൻഡ് റാഷണൽ, കൈൻഡ് പ്രാക്ടിക്കൽ മാൻ. അദ്ദേഹം ആ സമയത്ത് പ്രാർത്ഥനയും മരുന്നും വേണം, പ്രയറും വേണം അല്ലേ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്നുള്ള ഹെർബ്സും ഹൈബ്രിഡ്സും ഒക്കെ ആരിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക്. ഈവൻ ആ ഒരു സ്കോർപ്പിയൻ കടിച്ച ഭാഗത്ത് ബിറ്റ് ഓഫ് പാരഫിൻ, കുറച്ചൊരു മണ്ണെണ്ണ, നന്നായിട്ടല്ല കുറച്ചൊരു ഇത്തിരി ഇതാക്കിയിട്ട് അവിടെ നിന്ന് തീപ്പെട്ടി ഉറച്ച് വെച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടി നമ്മുടെ നിസിമിസിക്കൽ നോക്കിയിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ലോങ് 20 hours, നീണ്ട 20 മണിക്കൂറിന് ശേഷം അമ്മ രക്ഷപ്പെടുകയാണ്, അമ്മ ജീവിക്കുകയാണ്. അമ്മ എന്നിട്ട് ഇത്രയും പെയിൻ സഹിച്ചിട്ടും അമ്മ എന്താ ഒറ്റ കാര്യം പറയുന്നുള്ളതാണ്, താങ്ക് ഗോഡ് ദി സ്കോർപ്പിയൻ പിക്ഡ് ഡൗൺ. അതായത് സ്കോർപ്പിയൻ ഇന്നെയാണല്ലോ ഇതാക്കിയത്, എൻ്റെ മക്കളൊന്നും ചെയ്തില്ലല്ലോ എന്നാണ് പറയുന്നത്. ടിപ്പിക്കൽ ആ ഒരു മദർഹുഡാണ്. ഇത്രയും വേദന സഹിച്ചിട്ട് അമ്മ പറയുന്നത് ഇന്നല്ലേ മക്കളല്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളതാ നോക്കണ്ട, ആ ഒരു മദർഹുഡ്, ആ ഒരു ലവ്, ദ സെൽഫ്ലെസ് ലവ് ഓഫ് ദ മദർ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സൂപ്പർസ്റ്റീഷ്യൻസ് ആണ് ഒബ്വിയസ്ലി അവിടെ വന്നിരിക്കുന്നത് അല്ലേ. അമ്മേനെ ഡോക്ടറെ കൊണ്ടുപോകാനെന്നല്ലോ ഒരു നോക്കുന്നത്, പ്രാർത്ഥിച്ചിട്ട് ഭേദമാക്കാനാണ് നോക്കുന്നത്. അത് ആ ഹോൾ തിങ് എല്ലാവർക്കും ഭയങ്കര ഇതാവാണ്. കാരണം ആ മഴയും ആളുകളും വെളുക്കും വെളിച്ചും ഒക്കെ കൂടിയായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ നമുക്ക് നോക്കാം, അന്ധവിശ്വാസമാണെങ്കിൽ പോലും അറിഞ്ഞിട്ട് മഴയൊന്നും വകവയ്ക്കാത്ത ആളുകൾ വന്നു. വി ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ് ഓൾസോ, ഓക്കെ. അപ്പോൾ ഈ ഒരു ഇതാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോണിലുള്ളത്. ജസ്റ്റ് ലൈൻസ് നോക്കിയാൽ മതി, ഫിഗർ ഓഫ് സ്പീച്ച് നോക്കിയാലും മതി. ആൻഡ് പിന്നെ നമുക്ക് അതിന് ശേഷം ഫസ്റ്റ് പാർട്ടിലായിട്ട് പിന്നെ 3 റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണുള്ളത്. ആ 3 റീഡിങ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള 21st വൺ വരുന്നത് നമ്മുടെ ഈ ഒരു എന്താണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറും വേജ് ഏൺ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ഇത് മാത്രമല്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ലൈക്ക് ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. നമുക്ക് ഒരാളെ ഒരു സിറ്റിസനെ ഒരു സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരാളെ ഒരു നല്ല ഹ്യൂമനായിട്ട് വാർത്തെടുക്കാനും ആ ഒരു ഇമോഷൻസ് ഒക്കെ കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. പിന്നെയാണ് 23rd 24th വരുന്നത്. അതിൽ 23rd വണ്ണിൽ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് എയ്ഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രാജമണി എന്ന് പറഞ്ഞൊരു കുട്ടീനെ ഒരു കേസ് ഹിസ്റ്ററി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആ രാജമണി എന്ന് പറഞ്ഞ കുട്ടി ഹി വാസ് ലൈക്ക് വർക്കിംഗ് വിത്ത് ഹിസ് മദർ, അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മരണത്തിന് ശേഷം സഹായിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് രാജമണി കാണുന്നത്. ആൻഡ് ഹൗ ഹി വാസ് ഇൻഫെക്റ്റഡ് ബൈ ദ HIV എന്നുള്ളത് നമുക്ക് കാണാം. കാരണം സ്റ്റെറിലൈസ് ചെയ്യാത്ത ഇത് യൂസ് ചെയ്തത് കാരണം കുട്ടിക്ക് എയ്ഡ്സ് വരികയാണ്. പിന്നെ ക്ഷയവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആ ഒരു കുട്ടീൻ്റെ കേസ് ഹിസ്റ്ററി പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ സേസ് അബൌട്ട് ദ വേസ് ആൻഡ് ദ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ ദിസ് UNESCO ടു
കൺട്രോൾ എയ്ഡ്സ് ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറയുന്നത്. ആൻഡ് വെറാസ് 24th റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഡീൽസ് വിത്ത് ദ ഡ്രഗ് തിങ്. അതിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ ബിഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു സ്പീച്ചിൻ്റെ ഒരു എക്സ്ട്രാക്ട് കൊടുത്തിട്ടാണ് പറയുന്നത്. ആൻഡ് അതിലും പറയുന്നത് നമുക്ക് ഡ്രഗ് ആ ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് പ്രോപ്പർ ഹെൽപ്പൊക്കെ കൊടുത്തിട്ട്, അതായത് ചിലർക്ക് ലോങ് പീരീഡിലത് വേണ്ടിയിരിക്കും, ചിലർക്ക് അത്രയൊന്നും വേണ്ടിയിരിക്കില്ല, പക്ഷേ പ്രോപ്പർ സപ്പോർട്ടും മെഡിക്കൽ എയ്ഡും ഉണ്ടെങ്കിൽ നമുക്ക് അവരെങ്ങനെ സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ലാസ്റ്റ് ആയിട്ടുള്ള റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഈ ഒരു ഇത്രയാണ് നമുക്ക് എന്തിൽ വരുന്നത്, നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. നമുക്ക് ഇനി സെക്കൻഡ് പാർട്ടാണുള്ളത്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് two options are given where you have to answer only one option, which is like ESP receptionist and ESP office use. ESP stands for English for specific or special purpose എന്നുള്ളതിലാണുള്ളത്. അപ്പം നമ്മളത് ഓഫീസ് യൂസ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓഫീസ് യൂസിൽ വരുന്ന സമയത്ത് ആസ് ഇൻ ലൈക്ക് ദ ഫസ്റ്റ് പാർട്ട് നമുക്ക് കുറച്ച് പോർഷൻസ് TMAയിലേക്ക് പോയതുപോലെ ഇതിലും അങ്ങനെ കുറച്ച് പോർഷൻസ് TMAയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കണം, നിങ്ങൾ ആ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഈ ഒരു സെക്ഷൻ വരുന്ന സമയത്ത് ഓപ്ഷൻ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ സെക്ഷൻ്റെ ആ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഏതെന്ന് എഴുതിയിട്ട് വേണം നിങ്ങളത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇൻ ദ സെക്കൻഡ് സെക്ഷൻ, ദാറ്റ് ഇസ് ESP ഓഫീസ് യൂസ്. അതിലാണ് ഫസ്റ്റ് വൺ ആയിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ബിസിനസ് ആണ്. വേ ദിസ് സ്പീക്സ് ഓഫ് ഹൗ വൺ ഷുഡ് ബിഹേവ് ഓർ വൺ ഷുഡ് ആക്ട് അക്കോർഡിംഗ്ലി എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ബിസിനസ്സിൽ പറയുന്നത്. അതിൽ പറയുന്നുണ്ട് നമ്മൾ ബോഡി ലാംഗ്വേജ് ഇസ് മച്ച് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് സ്പീച്ച്. നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ നമ്മൾ ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്ലോ ചെയ്തിരിക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, പൊളൈറ്റായിട്ട് സംസാരിക്കണം, ശബ്ദം ലൈക്ക് സ്പീക്ക് സോഫ്റ്റ്ലി യെറ്റ് ക്ലിയർലി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഇത് നമ്മുടെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഗ്രീറ്റിംഗ്സിൽ തൊട്ടതാഴായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരാളോട് സംസാരിക്കേണ്ട ആ ഒരു ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഫോർമലാണോ ഇൻഫോർമലാണോ ഡിറ്റർമിൻ ചെയ്യുന്നത് സർട്ടൻ ക്രൈറ്റീരിയാസ് ബേസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്, നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, സ്പീക്കറിൻ്റെ സ്റ്റാറ്റസ് എന്ത് എന്നുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു എത്രയെന്നുള്ളത് ആ കാറ്റഗറി നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോസ് ഫാമിലിനോട് ഒബ്വിയസ്ലി വിൽ സ്പീക്ക് ഇൻഫോർമലില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ലോങ് ടൈം കൊലീഗ്സ്, ടീംമേറ്റ്സിനോടൊക്കെ നമ്മൾ എന്താണ് ഭയങ്കര ഫോർമലായിട്ടാണോ സംസാരിക്കാനോ, അത് അങ്ങനെ ആകുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ഇഫക്റ്റീവ് ആവില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഇതിൻ്റെ മേളിലാണ് നമ്മൾ ഫോർമലാണോ ഇൻഫോർമലാണോ ഡിസൈഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഫോർമലും, അതർവൈസ് നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് കൊലീഗ്സിനോടൊക്കെ ആക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഇൻഫോർമൽ. ഓക്കെ. ആൻഡ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ സർട്ടൻ ബോക്സസ് ആ ഗിവൺ. ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്രീറ്റിംഗ്സും അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരാളെ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യേണ്ടതെന്നും അതിന് മറുപടി ആയിട്ട് നമ്മൾ എങ്ങനെ പറയണം എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അത് ഈവൻ ഫോർമൽ ആൻഡ് ഇൻഫോർമലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് സാറിന് വിളിക്കുന്ന സമയത്തും അവർ മറുപടി പറയുന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫോർമലാണോ ഇൻഫോർമലാണോ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെ ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഡയലോഗ് എക്സ്ചേഞ്ച് തന്നിട്ട് ഫോർമലാണോ ഇൻഫോർമലാണോ ന്യൂട്രലാണോ എന്ന് നോക്കാൻ പറയാം. അപ്പോൾ ന്യൂട്രലാണോ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ, അതായത് സാറിനും അഡ്രസ്സ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെറിയ സ്മോൾ ടോക്ക് കണ്ടക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം ഫോർമൽ ഇൻഫോർമൽ. അത് നിങ്ങൾക്ക് ആ ബോക്സ് നിങ്ങൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്. ഓക്കെ. ആൻഡ് പിന്നെ അതിൽ സ്മോൾ ടോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്മോൾ ടോക്ക് എപ്പോഴാണ് സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ ക്ലയൻറ്റിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാടിക്കയറി അവരോട് ബിസിനസ് സംസാരിക്കരുത്. നമ്മളൊരു ആ ഒരു റിലേഷൻ ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ സംസാരങ്ങൾ നടത്തും. ആസ് ഇൻ നമ്മൾ എന്ത് ചെയ്യും, ചായ എങ്ങനെയുണ്ട്, എത്താൻ ബുദ്ധിമുട്ടിയോ എന്നുള്ള സ്ട്രൈറ്റ് നൈസ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളിലേക്ക് നടക്കും. അതിനാണ് സ്മോൾ ടോക്ക് എന്ന് പറയുന്നത്. ബട്ട് ഡു റിമെമ്പർ ദാറ്റ് നമ്മൾ ഒരിക്കലും പൊളിറ്റിക്സ്, റിലീജിയൻ, ഭയങ്കര പേഴ്സണൽ പ്രൈവറ്റ് ഇതിലേക്കൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, കടന്നു കയറില്ല. അതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്മോൾ ടോക്കിൽ നമ്മൾ കൊണ്ടുവരുത്. പിന്നെ സ്മോൾ ടോക്ക് തുടങ്ങിയിട്ട് അത് നീണ്ടു പോകരുത്. കുറച്ചൊന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വന്ന കാര്യങ്ങൾ നമ്മൾ നടത്തുകയാണ് വേണ്ടത്. അല്ലാണ്ട് നീട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ അലേർട്ട് ആയിരിക്കണം എന്നാണ്. അതായത് ആസ് എ സ്പീക്കർ ആസ് എ ലിസണർ വി ഷുഡ് ബി അലേർട്ട്. അവർ തരുന്ന സിഗ്നൽ എന്തെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ ഒരു നോൺ വെർബൽ ആയിട്ടായിരിക്കും തരുന്നത്, ചിലപ്പോൾ വെർബലായിട്ട്. അതായത് നമുക്കറിയാം നമ്മളൊരു ക്ലാസ്സിലിരിക്കുകയാണ്, ബോറടിക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കും, വാതിലിലേക്ക് നോക്കും അല്ലേ. അതൊക്കെ നമ്മൾ ലാക്ക് ഓഫ് അറ്റൻഷനാണ് കാണിക്കുന്നത് അല്ലേ. നമ്മൾ എത്രത്തോളം കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കുന്നത്, നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തതൊക്കെയാണ് കാണിക്കുന്നത്. ലൈക്ക് വൈസ് അവർ ഓരോ നമുക്ക് സിഗ്നൽ തരും. അപ്പോൾ an effective and alert speaker, an effective listener or speaker should be alert to these signals. ഓക്കെ. അവരെപ്പോഴും ഇത് അറിഞ്ഞിരിക്കണം. സ്പീക്കറാണെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ എനിക്ക് കുറേ സിഗ്നൽ തന്നിട്ട് ഞാനത് മനസ്സിലാക്കാതെ എങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവും അല്ലേ, അത് റൂഡായി മാറും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇതിലും പറയുന്നത്. സോ ദ സ്പീക്കർ ഷുഡ് ബി അവെയർ ഓർ അലേർട്ട് ടു ദിസ് നോൺ വെർബൽ സിഗ്നൽസ്. അതുപോലെ തന്നെ വെർബൽ സിഗ്നൽസും നമുക്ക് തരും. ഒരു വാക്കാലും പറയും, നമുക്ക് ഇനി കാര്യത്തിലേക്ക് കടക്കാലേ എന്നൊക്കെ പറയും. പിന്നെ നിർത്താനാണെങ്കിൽ ഇന്നത്തേക്ക് ഇത്ര മതിയില്ലേ എന്നൊക്കെ പറയും. അപ്പം ഡു കീപ്പ് ഇൻ മൈൻഡ് ഓൾ ദീസ് തിങ്സ്. പിന്നെ നമുക്ക് പിന്നെ പറയുന്നത് നമ്മളൊരാൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും മറ്റൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമാണ്. ആൻഡ് ദ സെയിം ഇസ് ഗിവൺ. അതും ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരാളെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും അല്ലാണ്ട് രണ്ട് പേരെ നമ്മൾ തമ്മിൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം, നമ്മൾ സെൽഫ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതും പറയുന്നുണ്ട്.
അപ്പം അതും ബോക്സസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരാൻ ട്രൂ ഫാൾസ് വരാം. പിന്നെ ഇതുപോലെ തന്നെ ഡയലോഗ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഫോർമൽ ഇൻഫോർം എന്ന് പറയും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നോക്കി പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ഈസിയർ ഫോർ യു ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. കാരണം നിങ്ങളുടെ ബൈഫിക്കേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു സാമ്പിൾ കൊടുത്തതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഓൺലി. നമ്മൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി. ഓക്കെ, കുറച്ചും കൂടി അല്ല, ഇറ്റ് ഈസ് ഈസി ഇഫ് യു റെഫർ ദ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ അതിനുശേഷം വരുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ റൈറ്റിംഗ് ഇമെയിൽസ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് ഇമെയിൽസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അറിയാം വാട്ട് ഇസ് എൻ ഇമെയിൽ അല്ലേ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇലക്ട്രിക് ഇതിനാണ് നമ്മളെ ഇമെയിൽ എന്ന് പറയുന്നത്. ഫാസ്റ്റസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ കുറേ ട്രൂ ഓഫ് ഫാൾസ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രൂ ഓഫ് ഫാൾസ് നോക്കണം. ഇതിൽ നിന്ന് അതാണ് വരിക. പിന്നെ ഇമെയിൽ എഴുതാനുമാണ് വരിക. പിന്നെ ഈ ഒരു ഇമെയിലിൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് കൊടുത്തിട്ട് ആക്രോണിംസും അബ്രീവിയേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എക്സാമിന് വരും. തെറ്റിച്ച് വന്നിട്ട് നിങ്ങൾ ഒരു 4 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണം തെറ്റിച്ച് വന്നാൽ ഇത് ശരി വരും. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇമെയിൽ എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഫ്രം ഐ ഡി തരും, ടു ഐ ഡി തരും. നമ്മൾ ഇമെയിലിൽ ഡേറ്റ് ഇടേണ്ട ആവശ്യമില്ല അല്ലേ, ഡേറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ സബ്ജക്റ്റ് ലൈൻ കൊടുക്കണം. സബ്ജക്റ്റ് ലൈൻ എന്ന് പറയുന്ന സമയത്ത് ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം, ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരുപാട് മെയിൽസ് വരും. അപ്പോൾ ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് ലൈൻ. അതാണ് നമ്മൾ മറ്റുള്ളവരിൽ മാറ്റി നിർത്തുന്നത്. അതായത് നമ്മൾ ഏർജൻസി ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കാണിക്കുന്നത്. സോ സബ്ജക്റ്റ് ലൈൻ എപ്പോഴും ശ്രദ്ധിച്ച് കൊടുക്കണം. പിന്നെ ബോഡി ഓഫ് കൊടുക്കുന്ന സമയത്ത് ഇതാക്കണം. നമ്മൾ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, ഭയങ്കര ലോങ് ആയിട്ട് കൊടുക്കരുത്. കാരണം ഇമെയിൽ അയക്കുന്ന സമയത്ത് ആളുകൾക്ക് എങ്ങനെ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ഇവിടെ നിന്ന് ആക്കി വിട്ടാലും അവരുടെ കമ്പ്യൂട്ടറിൻ്റെ ഇതനുസരിച്ചിട്ട് അതിൽ സ്ലൈറ്റ് ചേഞ്ചസ് എന്തായാലും വരും. സോ ലോങ് പാരഗ്രാഫ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്ത് ഷോർട്ടർ പാരഗ്രാഫ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ അവർക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ മേ ബി ഇതൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ 70 ആ ഒരു ഇത് വരുന്ന സമയത്ത് 70 ഒരു ഇതിൽ 70 ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഈ ഒരു ഇമെയിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലെറ്ററിൽ കൊടുക്കുന്ന പോലെ സിഗ്നേച്ചർ കൊടുക്കുക എന്നുള്ളതില്ല. ഇവിടെ നമ്മൾ ആൾട്ടർനേറ്റീവ് വേസ് ടു കണക്ടേഴ്സ്, അതായത് നമ്മൾ വേറെ ഇമെയിൽ ഐ ഡിയോ ഫോൺ നമ്പർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ആൻഡ് ബി ക്ലിയർ ടു ലൈക്ക് നമ്മൾ ആരാണെന്നോ നമ്മൾ അവരെക്കുറിച്ച് എങ്ങനെ അറിയണമെന്നുള്ളതൊക്കെ ആദ്യമേ തന്നെ കൊടുക്കണം. അതായത് ഇമെയിലിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ കൊടുക്കണം. കാരണം അഥവാ ഇമെയിൽ പോവുകയാണെങ്കിൽ തന്നെ ലാസ്റ്റിലേക്കുള്ള ബാക്കിയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് അവിടെ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കൊടുക്കണം. പിന്നെ അതുമല്ല, നമ്മൾ അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അയാൾ അത് അവസാനം വരെ വായിക്കില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലിയർ ചെയ്യണം നമ്മളാര്, നമുക്കെങ്ങനെ കിട്ടി, എങ്ങനെ എന്ത് എന്നുള്ള, അതായത് വായനക്കാരൻ്റെ മനസ്സിലുണ്ടായേക്കാവുന്ന ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇമെയിൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിനുണ്ടാവും, ഷുവറായിട്ട് വരുന്ന സംഭവമാണ്. പക്ഷേ അതിൻ്റെ ആ ട്രൂ ഓഫ് ഫാൾസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ബോക്സ് എബ്രീവിയേഷൻസിൻ്റെ ആക്രോണിംസിൻ്റെയും അതുമാണ് നിങ്ങൾക്ക് ഇമെയിൽ ഉണ്ടാവുക. ആൻഡ് പിന്നെയാണ് റൈറ്റിംഗ് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന 29th ആണ്. റൈറ്റിംഗ് റിപ്പോർട്ട്സിലാണ് നമുക്ക് ആക്സിഡൻറ്റ് റിപ്പോർട്ടും ടൂർ റിപ്പോർട്ടും ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കുക, ടൂർ റിപ്പോർട്ട് മെമ്മോറാൻഡത്തിൻ്റെ ഫോർമാറ്റിലാണ് ഉണ്ടാകുന്നത്. മെമ്മോറാൻഡം എന്നുള്ള റൈറ്റിംഗ് മെമ്മോസ് ആൻഡ് ലെറ്റേഴ്സ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ മോഡലിൽ മെമ്മോറാൻഡത്തിൻ്റെ മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ക്ലാസ്സസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ സെപ്പറേറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിൽ ടൂർ റിപ്പോർട്ട് എങ്ങനെ എഴുതണം എന്നാണ് പറയുന്നത്. ടൂർ റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ്, ടൂർ റിപ്പോർട്ടിൻ്റെ ഇതിൽ സബ്ജക്റ്റ് ലൈനിൽ കൊടുക്കേണ്ട നമ്മൾ എന്താണ് പോയ ഡെസ്റ്റിനേഷനും പോയ ഡേറ്റ്സും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. പിന്നെ എന്തിനു പോയി, എന്ത് നമ്മൾ നേടി അച്ചീവ് ചെയ്തു എന്നുള്ളതൊക്കെ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സീനിയേഴ്സിന് സെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ. റിപ്പോർട്ട് എപ്പോഴും നമ്മൾ സബ്മിറ്റ് ചെയ്യുക സീനിയേഴ്സിനാണ്. അപ്പോൾ ആ റിപ്പോർട്ടിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പുതിയ എന്തെങ്കിലും പ്ലാൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസൊക്കെ അറിയിക്കാനോ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഇതാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റിപ്പോർട്ട്സ് യൂസ് ചെയ്യുന്നത്. ടൂർ റിപ്പോർട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സബ്ജക്റ്റ് ലൈനിൽ കൊടുക്കേണ്ടത് എന്താണ്, ആ ഒരു ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെയാണ്. വേറെ ആക്സിഡൻറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി സബ്ജക്റ്റിലേക്ക് കിടക്കണം. ആക്സിഡൻറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർട്ടിക്ക് ചിലപ്പോൾ ബിൽഡിങ്ങൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക, ഫ്ലഡ് വന്നിട്ട് നമ്മൾ സ്റ്റോക്സ് നഷ്ടപ്പെടുക, ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തം, ഇതൊക്കെയാണ് എന്ത് പറയുന്നത് ആക്സിഡൻറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ആക്സിഡൻറ്റ് റിപ്പോർട്ടിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കണം. പിന്നെ എന്തെങ്കിലും ഫിസിക്കൽ ഇഞ്ചുറിയോ പ്രോപ്പർട്ടിക്ക് ഡാമേജ് ഉണ്ടായിട്ട് പറയണം, എന്നാലേ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡൂസ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പേഴ്സണൽ ഫീലിംഗ്സിന് എവിടെ യാതൊരു സ്ഥാനവും ഇല്ല, റിപ്പോർട്ട് ചെയ്യുന്നതിൽ സ്ഥാനമില്ല. പിന്നെ നമ്മൾ ഊഹാപോഹങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ലൈക്ക് വാലിഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഫാക്ട്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ റിപ്പോർട്ട്സിൽ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് നോക്കണം, ടൂർ റിപ്പോർട്ടും ആക്സിഡൻറ്റ് റിപ്പോർട്ടിൻ്റെയും മോഡൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് നോക്കണം. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൂർ റിപ്പോർട്ട് എഴുതാൻ രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ. ആൻഡ്
അതിനുശേഷം നിങ്ങൾക്ക് ലാസ്റ്റ്ലി ഉള്ളതാണ് അപ്പിയറിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ എന്നുള്ളത്. അപ്പിയറിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂവിലാണ് നമ്മൾ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്ന സമയത്ത് നമ്മൾ റെസ്യൂമൊക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ്റർവ്യൂ കോൾ വന്നതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് അപ്പിയറിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ. ആ ഒരു പ്രീ ഇൻ്റർവ്യൂ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് സ്റ്റഡിങ് ദ കമ്പനി. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം ഒരു ബോധമില്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവർക്ക് മനസ്സിലാവും നമുക്കൊരു സിൻസിയാരിറ്റി ഇല്ല, നമ്മൾ വന്നതാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു സിൻസിയാരിറ്റി അവരെ അറിയിപ്പിക്കാനെന്നോണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനീനെ കുറിച്ചിട്ടുള്ള നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞ് ആദ്യം വെക്കുന്നത് നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് മാറും. പിന്നെ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം അല്ലാത്ത സമയത്ത് അയാൾ വീണ്ടും ഇത് പറഞ്ഞു വരുമ്പോൾ സമയം നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കമ്പനിയെ കുറിച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും മാഗസീൻസിലൂടെയും ലൈക്ക് അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ കിട്ടും. പിന്നെയാണ് സ്റ്റഡി യുവർ സെൽഫ്. സ്റ്റഡി യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണം അല്ലേ. നമ്മുടെ സ്ട്രെങ്ത് അവിടെ കിടക്കുന്നു, നമ്മുടെ വീക്ക്നെസ് എന്തെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ കമ്പനീനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്കും കമ്പനിയും തമ്മിലൊരു കണക്ഷൻ നമുക്ക് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ആ കണക്ഷനും ആ റിലേഷൻ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡിങ് യുവർ സെൽഫ് നടത്തുന്നത്. നമ്മളെ വീക്ക്നെസ്സും സ്ട്രെങ്ത് എന്തെന്നൊക്കെ ഉള്ളത്. കാരണം ക്വസ്റ്റ്യൻ വരും, നമ്മൾ ഇൻ്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ അവരെന്തായാലും ക്വസ്റ്റ്യൻ വയ്ക്കും, നിങ്ങൾ എന്തിനെ ഹയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സെക്ഷനാണ് സ്റ്റഡിങ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാൻ യുവർ അപ്പിയറൻസ് ആണ്. അതായത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുക എങ്ങനെയാണ്, ശർവാണി കിട്ടിയിട്ടാണോ? അല്ല അല്ലേ, പ്രോപ്പർലി ആയിട്ട് നമ്മൾ നല്ല ഡ്രസ്ഡ് ആയിട്ടാണ്. ബട്ട് യു ഡോണ്ട് ഹാവ് ടു ബൈ എ ന്യൂ വൺ. ഓക്കെ, പുതിയ ഡ്രസ്സൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളത് തന്നെ നല്ല വൃത്തിക്ക് ഇട്ട് പോയാൽ മതി. നമ്മൾ തിളക്കം ഇതൊക്കെ ഉള്ളതൊന്നും ഇടണ്ട. പിന്നെ നെയിൽസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, ഹെയറൊക്കെ നല്ല ഇതാക്കണം, അങ്ങനെയാണ് പോകേണ്ടത്. ആൻഡ് ലാസ്റ്റ് ദ ഫോർത്ത് വൺ ഈസ് ടൈം. ഇത്രയും കഷ്ടപ്പെട്ട് റെസ്യൂമൊക്കെ അയച്ച് നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ആ ഇൻ്റർവ്യൂവിന് നേരെ വൈകി എത്തുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും അല്ല, ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമാണ്, ഏറ്റവും ബാഡ് ഇംപ്രഷനാണ്. കാരണം അവർ നമുക്ക് വേണ്ടിയിട്ട് ആ ടൈം ഇതാക്കി വെച്ചതാണ്. ബട്ട് സ്റ്റിൽ വി ആർ ബീങ് ലേറ്റ്, വിച്ച് മീൻസ് ലൈക്ക് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂവിന് കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കുക. നേരത്തെ എത്തിയിട്ട് അവിടെ അങ്ങനെ ഇരിക്കല്ലേ വേണ്ടത്, ഒന്നൊന്ന് ആ ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ട് ഒന്ന് കോപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ അത് വാങ്ങി എത്ര കഷ്ടപ്പെട്ടിട്ടും നേരം വൈകിയെങ്കിൽ ഡു ടെലിഫോൺ യുവർ അപ്പോളജി, വിളിച്ച് കാര്യം പറഞ്ഞ് ഇതാക്കുക. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ആക്ച്വലി ഇൻ്റർവ്യൂവിന് പോകണം. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഓപ്പണിംഗ് ഫോർമാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഫോർമാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്യാണ്. പിന്നെ ഇത് ഫയലിലാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുക, അത് നമ്മൾ ടേബിളിൽ മുകളിൽ വെക്കണം. പിന്നെ ഹാൻഡ് ഷേക്കായിട്ട് അവരായിട്ട് തരികയാണെങ്കിൽ അവർ പറഞ്ഞതിന് ശേഷം മാത്രം ഇരിക്കുക. പിന്നെ എന്താണ്, ഈ ചോദ്യങ്ങൾക്ക് അവരെന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സ്റ്റഡി യുവർ സെൽഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്തിട്ട് നമ്മൾ ആൻസർ പറയാൻ ശ്രദ്ധിക്കുക. പിന്നെ സാലറീൻ്റെ കേസിൽ വരുന്ന സമയത്ത് സാലറി ഒരു ഇഷ്യൂ ആക്കരുത്, ശ്രദ്ധിക്കുക. നമ്മൾ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് നമ്മൾ എന്താണ് സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കുന്നതെങ്കിൽ പറയുമെങ്കിൽ വി ഡു ഗെറ്റ് എ ജോബ് ഫോർ സാലറി അല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ പോലും നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്, സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. കാരണം സാലറി പറഞ്ഞൊരു ഇഷ്യൂ ആക്കരുത്. അധിക ജോലിക്കും ഒരു ഫിക്സഡ് ഇത്രയും ഒരു ഇത് ബേസിക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും അതിനനുസരിച്ചിട്ടുള്ളതാക്കാം. ആൻഡ് യു ക്യാൻ ആസ്ക് ഫോർ ഇറ്റ്, ആർഗ്യൂ ചെയ്യുക, അല്ലാതെ നമുക്ക് എന്താ മര്യാദയ്ക്ക് ചോദിച്ചതാക്കാം. കാരണം നമ്മൾ ഇഫ് വി നോ ദാറ്റ് വി ആർ എലിജിബിൾ ഫോർ ദാറ്റ് വി ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് അല്ലേ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇത് പോകുന്ന സമയത്ത് നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളത്. അത്രയും ഇതിൽ വേണം നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളത്. അതായത് അവർ ടൈം അനുവദിച്ചതിന് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് നമ്മൾ താങ്ക് ചെയ്യണം. പിന്നെ അവരോട് നമ്മൾ പോകുന്നതിന് പറയുന്നത് ദാറ്റ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദി റിപ്ലൈ. വെറുതെ ഇൻ്റർവ്യൂവിന് പോയിട്ട് കിട്ടിയോ ഇല്ല എന്ന് പറയണം, ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ട്. അപ്പം നമ്മൾ വി ആർ ലുക്കിംഗ് ഫോർവേഡ് എന്നുള്ളത്, അത് ടെക്സ്റ്റ് ആയിട്ടാണെങ്കിലും ഇമെയിൽ ആയിട്ടാണെങ്കിലും നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്ന് അവരറിയിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസ് ചെയ്യുന്നത് വഴിയൊക്കെ നമുക്ക് എന്താണ് കുറച്ചും കൂടി എക്സ്പീരിയൻസ് കിട്ടും. ആക്ച്വൽ റിയൽ ഇതിന് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മോക്ക് ഇൻ്റർവ്യൂസൊക്കെ ഹെൽപ്ഫുള്ളാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എൻ്റെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പബ്ലിക് എക്സാമിനേഷനിലുള്ള പോർഷൻസ്. താങ്ക് യു.